കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്ന അറിയോ എന്നാ പറയുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരികയില്ല. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു വളരെ നല്ല ബോധ്യം വേണം. ഒന്നും യാദൃശ്യമായി സംഭവിക്കുകയില്ല. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഞായറാഴ്ച രാവിലെ ഞാനത് പള്ളിയിൽ പോയിട്ടില്ല. ഉച്ചയ്ക്ക് പള്ളി കുർബാന അർപ്പിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ദൈവം തരുന്നൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ, ദൈവസ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാൻ, നിങ്ങളുടെ ആത്മാവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമെങ്കിൽ അത് ചെയ്യുവാൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഒരൊറ്റ വചനം പറയാം. ഒരു വചനം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ സങ്കീർത്തനം 55:22. അവിടെ ഇങ്ങനെ വചനം പറഞ്ഞത് എന്താ പറയുന്നത്? നിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അല്ലേ? പല രീതിയിലുള്ള ഒരു മനസ്സിൻ്റെ മനംമടുപ്പും ഭാരവും അതെല്ലാം ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കണം. നമ്മളാ ഭാരമായിട്ടിരുന്നാൽ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാനോ നമുക്കൊന്ന് ഫ്രീ ആകാനോ കൃപ പ്രാപിക്കാനോ ഒക്കെ നമുക്ക് വളരെ പ്രയാസമായി മാറും. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ, മനസ്സിലുള്ള ചിന്തകൾ, അവസ്ഥകൾ എന്തും നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? നമ്മുടെ സർവശക്തനായ ദൈവത്തെ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അല്ലേ? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ താങ്ങിയില്ലായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴിനടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിപ്പോയേനെ, അല്ലേ? എത്ര നമ്മുടെ പഴഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്നും നിസ്സാരമായിട്ട് എടുക്കരുത്. എത്ര സംഭവങ്ങൾ എല്ലാം തീർന്നു, നീ എന്തു ചെയ്യും, അല്ലെ എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം? അങ്ങനെ നമ്മുടെ മാനുഷികമായ ബുദ്ധിക്ക്, നമ്മുടെ മാനുഷികമായ കഴിവുകൾക്ക്, നമ്മുടെ മാനുഷികമായിട്ടുള്ള എല്ലാ ചിന്താധാരകൾക്ക് അപ്രാപ്യമായിരുന്ന, അസാധ്യമായിരുന്ന അത്ര അവസരങ്ങളിലൂടെ കർത്താവ് കൊണ്ടുപോയിട്ടില്ലേ? ഇല്ലേ? അതേ ഉള്ളൂ, അല്ലേ? അതേ ഉണ്ടോ ഇല്ലയോ? അതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മറ്റൊരു വചനം പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കണം, ചെറുതാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വലുതായിട്ട് എടുക്കണം. കർത്താവിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1 പത്രോസ് 5:6 ഇങ്ങനെ പറയാം. എന്താന്ന് പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുവൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ശക്തമായ ദൈവകരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കണം, അവിടുന്ന് തക്ക സമയം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം വചനത്തിനോട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കൊരു താഴ്മ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എളിമ വേണം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അങ്ങയുടെ വചനം സജീവമാണല്ലോ, അങ്ങയുടെ വചനം ജീവദായകമാണല്ലോ, അങ്ങയുടെ വചനത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമല്ലോ, അങ്ങയുടെ വചനത്തിന് എന്നെ മാറ്റിമറിക്കുക, എന്നെ ആകെപ്പെടാൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ വചനത്തിൻ്റെ മുമ്പിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ നിസ്സാരമുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്ത വരാം, ഇതൊക്കെ നമ്മൾ വചനം ഒരുപാട് വായിക്കുന്നുണ്ട്, വചനം കേട്ടിട്ടുണ്ട്, അതൊന്നല്ല, മറിച്ച് വചനത്തിന് എപ്പോഴും വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു വലിയ പ്രത്യാശ വേണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാൻ 2-3 വചനം നമ്മുടെ എന്തുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ വരണം, എന്തുകൊണ്ട് നമ്മൾ വചനം കേൾക്കണം, വചനം അതിനെക്കുറിച്ചൊക്കെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം നിങ്ങളുടെ ബൈബിൾ കൊണ്ട് എടുക്കാം, നിങ്ങൾ എടുത്ത് വന്ന് നോക്കാം. വചനം നോക്കുമ്പോൾ ഒരു ശക്തിയുണ്ട്. വചനമില്ലാതെ നമ്മളിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും, നമ്മൾ വായിക്കും, നമ്മൾ ഒരു ശക്തി കടന്നു വരും. കാരണം വചനം ആരാണ്? 1 യോഹന്നാൻ 1 എന്താ പറയുന്നത്? അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. അപ്പോൾ ആ വചനം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഒരു ശക്തി പോലും ലഭിക്കും. അപ്പം ഈ എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം 1-2 വചനങ്ങളിൽ ഒരു വലിയ ആത്മീയ മർമ്മം പഠിപ്പിക്കുക നമ്മളെ. അവിടെ എന്താണ്? അവിടെ ഈ 1-ാം വചനത്തിൽ എന്താ അറിയോ? അവിടെ കർത്താവിൻ്റെ ദൂതൻ വന്ന് പ്രവാചകൻ നീ എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവിൻ്റെ ദൂതൻ എസെക്കിയേൽ പ്രവാചകൻ നീ എഴുന്നേൽക്ക്. അങ്ങനെ എഴുന്നേൽക്കണം എന്ന് പറയണമെങ്കിൽ പ്രവാചകൻ്റെ അവസ്ഥ ഇപ്പം എന്താ? നമ്മൾ ആരോ എഴുന്നേൽക്കാൻ പറയുന്നത്? കിടക്കുന്ന ഒരാളുണ്ട്, അല്ലേ? അപ്പോൾ ദൂതൻ എന്ന് പറയുകയാണ്, പ്രവാചക നീ എഴുന്നേൽക്ക്, ദൈവത്തിൻ്റെ മനുഷ്യ നീ എഴുന്നേൽക്ക് എന്ന് വെച്ചാൽ പ്രവാചകൻ ഫ്ലാറ്റായി കിടക്കുകയാണ്. പ്രവാചകൻ അങ്ങനെ കിടക്കാൻ കാരണം നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും, തൻ്റെ ജനത്തിൻ്റെ ദുരവസ്ഥ ഓർത്ത്.
ഇസ്രായേലിൻ്റെ സകല പ്രതാപവും സകല ആ ഒരു ഐശ്വര്യവും നഷ്ടപ്പെട്ട ഓർത്ത്, തകർച്ച ഓർത്ത്, അവർ അടിമത്തത്തിലാണ്. അത് ഓർത്താണ് പ്രവാചകൻ. അതൊരു ആത്മീയ കിടപ്പാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് പരിശോധിച്ചേ, നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആയിരിക്കുമ്പോൾ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മളും ഞാനും നിങ്ങളും പല അവസ്ഥയിൽ വീണ് കിടക്കുകയാണ്, അല്ലേ? ആണോ അല്ലയോ? നമ്മുടെ ആത്മീയ ജീവിതം എടുത്തു നോക്കുക നമ്മൾ. പറഞ്ഞത് അപ്പോൾ ഈ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഉയർത്തും, നമ്മുടെ കൗതാശിക ജീവിതത്തെ ഉയർത്തും, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം അത് പുനഃസ്ഥാപിക്കും, അത് ബലപ്പെടുത്തും, നമ്മുടെ മേലൊരു പുതിയ ചൈതന്യവും കൃപയും പകരും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അല്ലേ? അത് പരിശോധിക്കണം. അതാണ്. അപ്പം നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ വീണ് കിടക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ചില മേഖലകളിൽ വീണ് കിടക്കുക. അതൊരു പക്ഷേ പ്രാർത്ഥനാ ജീവിതമാകാം, മറ്റൊന്ന് വിശ്വാസ ജീവിതമാകാം. വളരെ പ്രധാനപ്പെട്ട വിശ്വാസ ജീവിതം, വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ പേര് ഒരു പക്ഷേ വിശ്വാസിയുടെ ആണെന്നോർത്തോ, നമ്മുടെ സഭയിൽ അംഗമാണെന്നോർത്തോ പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. എനിക്ക് നിങ്ങൾക്കും ഈ ഒരു കാലഘട്ടങ്ങളിൽ വിശ്വാസം വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. ദൃഢമായ കർത്താവിലുള്ള വിശ്വാസം, അത് ഈ ലോകത്തെ പ്രതി മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ജീവിതത്തെ പ്രതിയുമുള്ള ആ യേശുവിലുള്ള വിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതം വളരെ 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 പ്രധാനപ്പെട്ട. അപ്പൊ അതൊരു പക്ഷേ വീഴ്ചയിലാകാം, അല്ലെ? നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മൾ ഈ ഭൂമിയിൽ പ്രവാസികളാണെന്നുള്ള വലിയൊരു ആത്മീയ ബോധത്തോടു കൂടി കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു വലിയ ആത്മീയ ബോധത്തോടു കൂടി നമ്മൾ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങൾ, നമ്മൾ സൂക്ഷിക്കേണ്ട ചില അകൽച്ചകൾ, ചില വേർപാട്, ഈ ഒരു മേഖലയിൽ നമ്മൾ എപ്രകാരം പോകുന്നു? ഞാനും നിങ്ങളും ഒരു നല്ല പറയാണ്. അതിനെക്കുറിച്ചൊക്കെ കർത്താവ് വീണ്ടും നമ്മളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ കൗദാശിക ജീവിതം, കുമ്പസാരം, പരിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതിനെക്കുറിച്ച് കൃഷ്ണ ക്ലാസ് എടുത്തിട്ടുണ്ടാകും. കുമ്പസാരവും പരിശുദ്ധ കുർബാനയും. പരിശുദ്ധ കുർബാന എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എന്താണ്? കേന്ദ്രമാണ്. ഹല്ലേലൂയ. സവോടിപ്പിക്കുകയാണ്, യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ഉറവിടവും പരമാന്ത്യവും എന്താണ്? അത് പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന ഞാൻ പറയാം, പരിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു ആരാധനയോ പ്രാർത്ഥനയോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല, വലിയൊരു ഭക്താഭ്യാസമില്ല. അപ്പം മനസ്സിലാക്കാൻ പറയുള്ളൂ, ഈ ഒരു കൗദാശിക നമ്മുടെ ജീവിതം, ഇതിന് നമ്മളെ ഒരുക്കുന്നത്, ഇത് നമ്മൾ വരപ്രസാദത്തിൽ, കൃപാവരത്തിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന എന്താണ്? അത് പരിശുദ്ധ കുമ്പസാരം. അപ്പൊ കൗദാശിക ജീവിതം എങ്ങനെയാണ്? നമ്മുടെ സഭാത്മകമായ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ യേശുവായിട്ടുള്ള ബന്ധം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഞാൻ പറയുള്ളൂ, ഒരു സെക്കൻഡ് ശ്രദ്ധിക്കണമേ. നമ്മൾ ഈ ഒരു വചന കൂടാരത്തിലേക്ക് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ നമ്മുടെ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ കേന്ദ്രം എന്താണെന്ന് അറിയാവുന്ന നിങ്ങൾക്ക്? അതിന്റെ ബേസ്, അതിന്റെ മെയിൻ പോയിന്റ് എന്താണ്? എനിക്ക് നിങ്ങൾക്കും എന്താണത്? അത് നമ്മൾ കുറച്ച് പ്രാർത്ഥനയോ ആരാധനയോ കുറച്ച് വായനയോ എല്ലാം ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു വ്യക്തിയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫോക്കൽ പോയിന്റ് ആരാണ്? ഒരു വ്യക്തി. ആരാത്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതൊരു വ്യക്തിയാണ്. സഭ അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരികയാണ്. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തീയ വിശ്വാസം എന്നാൽ അത് കുറെ ആരാധനയോ പ്രാർത്ഥനകളോ അതിനേക്കാളെല്ലാം ഉപരിയായി അതൊരു വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്, അതൊരു സംഭവമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ആരാണ് ആ വ്യക്തി? യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രായം എന്തും ആയിക്കൊള്ളട്ടെ, നമ്മുടെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, എനിക്കൊരു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പല ഭക്താഭ്യാസങ്ങളിലൂടെ കടന്നു പോകുന്നു, പല സഭാത്മകമായ പ്രാർത്ഥനയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു. പക്ഷെ എന്താണ്? എനിക്കൊരു വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞാനും നിങ്ങളും വളരെ വളരെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതാണ് നമ്മൾ വ്യക്തി പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മൾ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പരിചയപ്പെടുന്നുണ്ട്, അല്ലെ? രണ്ട് വ്യക്തികളെ. ആരാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വ്യക്തി? പണ്ഡിതനാണ്, തോറ അറിയാവുന്നവനാണ്, സ്ക്രിപ്ചർ സ്കോളറാണ്, വലിയ അറിവുള്ള യഹൂദ റബ്ബിയാണ്, അല്ലെ? ആരാത്? നിക്കോദെമോസ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹത്തെ കുറിച്ച് പറയാം, അദ്ദേഹം സെൻഹെദ്രീൻ സഭ ആ ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് പറയാൻ നമ്മുടെ ഡയസഷൻ കുര്യ എന്നൊക്കെ പറയല്ലേ, നമ്മുടെ ഈ രൂപതയിലെ കുര്യ എന്നൊക്കെ പറയല്ലേ നമ്മള്. അതുപോലെ അത്രമാത്രം ആ ഒരു പ്രത്യേകമായ ആത്മീയമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരെ വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ, പ്രധാനമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനും തീരുമാനം പറയാനും തൻ്റെ നിർദ്ദേശം പറയാനും മാത്രം യോഗ്യതയുള്ള ഒരു വ്യക്തി, അല്ലേ? നിക്കോദെമോസ്. നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തം പറയാം. 3-ാം അധ്യായം നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഈ നിക്കോദെമോസ് ഈശോയെ കാണാൻ വരികയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പറയുന്നത് നമ്മളിന്ന് ഈ ആത്മജ്യോതിയിലായി, ഞാനും നിങ്ങളും ഈ വചനമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴും നിങ്ങൾ ഈ ആത്മജ്യോതി വന്നത് എന്തിനു വേണ്ടിയാണ്? നിക്കോദെമോസിനെ പോലെ ഈശോയെ നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? നമ്മള് നിക്കോദെമോസിനെ പോലെ നമ്മൾ ഈശോയെ ഒന്ന് കാണാൻ വന്നതാണ്. രാത്രിയിലല്ല, പകൽ വന്നവർ. നിക്കോദെമോസ് പേടിച്ചിട്ട് രാത്രി വന്നു, പക്ഷെ നമ്മൾ പകൽ വന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ വീണ്ടും ആത്മാവിൽ ജനിക്കണം. ബോൺ അഗെയിൻ ഇൻ സ്പിരിറ്റ്. വീണ്ടും ജനനത്തിന്റെ, ഞാൻ നിങ്ങളോട് പറയുന്നത് മനസ്സിലാക്കണം, വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം, ആ ഒരു ദൈവകൃപ, ആ ഒരു ആത്മീയ സത്യം ഞാനും നിങ്ങളും സ്വന്തമാക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു യേശുവുമായിട്ടൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ. ഇറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ എൻകൗണ്ടർ. ദൈവാനുഭവം. അതാണ് നമുക്ക് ആവശ്യം. അത് ലഭിച്ചിട്ടുണ്ടാവും നമുക്ക് ഒരു പക്ഷേ. ഉണ്ടെങ്കിൽ അത് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഉറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ കത്തിച്ചൊലിപ്പിക്കുകയാണ്, ഉജ്ജ്വലിപ്പിക്കുകയാണ്. അതിനാണ് വചനം കടന്നു വരുന്നത്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണരും. ഹല്ലേലൂയ. അല്ലേ? അപ്പൊ നിക്കോദെമോസ് പറയും, നിക്കോദെമോസ് നീ യഹൂദരുടെ റബ്ബിയാണ്, നിനക്ക് നിയമങ്ങൾ അറിയാം, നിനക്ക് പല വലിയ ഈ ഒരു ഭൗമികമായ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് കാര്യം അറിയാം, പക്ഷെ നിനക്ക് ദൈവാനുഭവം ഇല്ലെങ്കിൽ നിനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം. അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങളും പല ഭക്ത്യാഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ടാകാം, പല പ്രാർത്ഥന ഉണ്ടാകാം, നമ്മൾ പല കാര്യം ചെയ്തു. പക്ഷേ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ എല്ലാ കൃപയുടെ ഉറവിടമായി യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ നമുക്ക് നിത്യ ജീവൻ പ്രാപിക്കുക, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക, അത് പ്രയാസകരമായ കാര്യമായി മാറും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മന്ദത ഉണ്ടാകുന്നുണ്ടോ? മരവിപ്പുണ്ടാകുന്നുണ്ടോ? മടുപ്പുണ്ടാകുന്നുണ്ടോ? പ്രയാസകരമാണോ ആത്മീയ ജീവിതം? ആണോ? അല്ലെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നില്ലേ? ചിലപ്പോൾ ചിന്തിക്കാറുണ്ടോ, ഇത് എന്തെല്ലാം കാര്യങ്ങൾ, അത് പാടില്ല, ഇത് പാടില്ല, ആ നിയമം, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തതയില്ലാതെ, ഞാൻ പറയാണ്, വ്യക്തതയില്ലാതെ ദൈവമേ എന്നെ കൊണ്ടൊരു വിശുദ്ധിയായി ജീവിക്കാൻ പറ്റുകയില്ല. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോവാണ്, അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ അങ്ങനെ അവിടെ ഉടലുകയാണോ? അല്ലെങ്കിൽ കർത്താവായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഞാൻ തുറന്നു പറയുകയാണ്, അങ്ങനെയാണോ? ഹല്ലേലൂയ. ഈശോ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിപരമായ അനുഭവം നമ്മളെ എംപവർ ചെയ്യിക്കാനാണ്. ഹല്ലേലൂയ. എൻ്റെ ഒരു സംഭവം ഞാൻ ഓർക്കണം. ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ അത്യാവശ്യം പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനാകാൻ പോകാൻ വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ്. അതിനുശേഷം വീണ്ടും 10ാം ക്ലാസ് വന്നു, അച്ഛനാകാൻ പോയി, അവിടുന്ന് പല കാരണങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിനായി, ഞാൻ എൻ്റെ വിഷയക്കുള്ള വീട് കണ്ണൂരാണ്. അപ്പോൾ ഡിഗ്രി പഠനത്തിനായി ഞാൻ കോളേജിൽ പോയി. അവിടെ ഒരു വളരെ തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഡിഗ്രി 2ാം വർഷ കാലഘട്ടങ്ങളിൽ ഞാനൊരു ജീസസ് യൂത്തിൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഈ ചേട്ടൻ ഇരിക്കുന്നവരെ ഞാൻ ഇങ്ങനെ കുറേ ഇരുന്ന് ഇങ്ങനെ ധ്യാനം കൂടുകയാണ്. ആദ്യത്തെ 2 ദിവസം ആൾ ചേട്ടൻ പറഞ്ഞില്ല, ആദ്യത്തെ 2 ദിവസത്തെ ധ്യാനം കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. പക്ഷേ ഒരു വലിയ കാര്യമായി ദൈവാനുഭവം നമുക്കല്ല. നമ്മുടെ ധ്യാനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട്, ഇന്ന് കാര്യമില്ലെന്നാണ്. പക്ഷെ 3ാം ദിവസം നിങ്ങൾ ഉയർത്തിക്കണമേ, 3ാം ദിവസം ഈ ധ്യാനം നടത്തുന്ന ധ്യാനഗുരു പരിശുദ്ധ കുർബാന അവിടെ എഴുന്നള്ളിച്ച് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈശോ കടന്നു വന്നു കഴിഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ചേട്ടനിരിക്കുന്നവരെ പുറകെയിരുന്ന് ഈശോയിലേക്ക് നോക്കിയത് മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മ. പ്രിയമുള്ളവർ, ഒരു പേഴ്സണൽ എൻകൗണ്ടർ ലഭിച്ചു,
ഒരു കർത്താവിൻ്റെ, അതാണ് ഒരു സ്പർശനം എന്ന് പറയും. അതെങ്ങനെയാണ് പറയുന്നത്? അതാണ് കർത്താവിൻ്റെ ഒരു സ്പർശനം. എനിക്കറിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന റൂട്ട് ശരിയല്ല, ഞാൻ ഈ കാണുന്നതോട് നല്ല ജീവിതം, എൻ്റെ വഴി ശരിയല്ല, ഞാൻ പാപിയായ മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് കുറവുകൾ, ഞാൻ പല പല അവസ്ഥകൾ പറയുന്നവർ ഒരുപാട് ബോധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. എത്ര സമയം അങ്ങനെ പോയെന്ന് അറിയത്തില്ല. പക്ഷെ ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിയ മനുഷ്യനായി മാറി. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പഴയ പോലെ സംസാരിക്കുന്നില്ല. ഉടനെ കൂടുതൽ ജോജി നീനൊന്നും മിണ്ടാത്തെ. ഞാൻ പറഞ്ഞു മിണ്ടാൻ പറ്റുന്നില്ല, പഴയ പോലെ സംസാരിക്കാനുള്ള ഒരു മൂഡ് വരുന്നില്ല, പഴയ പോലെ സംസാരിക്കാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയം മനസ്സിലാക്കണം, നമുക്ക് ഈശോയായിട്ടുള്ളൊരു വ്യക്തിപരമായ അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ മാറും, നമ്മുടെ സംസാരം മാറും, നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ സ്വപ്നങ്ങൾ മാറും, നമ്മുടെ ദർശനം മാറും, നമ്മുടെ ജീവിതം മാറും, നമ്മൾ തന്നെ മാറും. ഹല്ലേലൂയ, ആമേൻ. അതാണ് വ്യക്തിപരമായ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാകും, ധ്യാനത്തിലൂടെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അത് തളർന്നു പോയിട്ടുണ്ടാകാം, അത് തണുത്തു പോയിട്ടുണ്ടാകാം, അത് പല കാരണങ്ങളാൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം. അതെല്ലാം പെട്ടെന്ന് അതാണ് ഈ വിഷയം. നമ്മൾ അതിൽ വളരെ ആക്ടിവേറ്റ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധാലു അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അത് പെട്ടെന്ന് ഇതായി പോകുന്നത്. നമ്മൾ വളരെ ജാഗ്രതയില്ലെങ്കിൽ ശത്രു അതിനെ തകർത്ത് കളയും. കിട്ടുന്ന കൃപ നഷ്ടം. അതാ പറഞ്ഞ വഴിയരികിൽ വീണ വിത്ത് എന്ത് ചെയ്യും? ദുഷ്ടം വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും കേട്ടോ. മോഷണം ഉണ്ടാവും, ശ്രദ്ധിക്കണം. കൃപ, ദൈവകൃപ, പരിശുദ്ധാത്മ ചൈതന്യം, വരപ്രസാദം, ആത്മീയ ബോധ്യങ്ങൾ, ആത്മീയ ശക്തി, പരിശുദ്ധാത്മ ഇതെല്ലാം പിശാച് മോഷ്ടിക്കും. അതാണ് ഏറ്റവും ആവശ്യം. കള്ളം വന്നാൽ മോഷ്ടിക്കുന്നത് എന്താ? വീട്ടിൽ കള്ളം വന്നാൽ മോഷ്ടിക്കുന്നത് എന്താ? നമ്മുടെ ഡസ്റ്റ് പാനാണ്, ചൂലാണ്. പിന്നെന്താ മോഷ്ടിക്കുന്നത്? സ്വർണ്ണം. അല്ലേ, വില പിടിപ്പുള്ളതല്ലേ അല്ലേ? കള്ളം വന്ന ചെരുപ്പ് മോഷിച്ചുകൊണ്ട് പോവും. കള്ളൻ മനസ്സിലാക്കണം. അപ്പൊ പിശാച് വന്നാൽ മോഷ്ടിക്കുന്ന പിശാച് വന്നാൽ മോഷ്ടിക്കുന്നത് നമ്മുടെ പണമോ നമ്മുടെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളോ കാറോ വണ്ടിയോ അത് നമുക്ക് തോന്നുന്നത്. പിശാച് വന്നാൽ മോഷ്ടിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. അതെ, കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് വന്നാൽ മോഷ്ടിക്കുന്ന നമ്മുടെ പ്രത്യാശയാണ്. സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. പിശാച് വന്ന മോഷ്ടിക്കുന്ന നമ്മുടെ വിശുദ്ധിയാണ്. പിശാച് വന്ന മോഷ്ടിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയാണ്. പിശാച് വന്ന മോഷ്ടിക്കുന്ന നമ്മുടെ കൗതാശിക ജീവിതം, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാ പറഞ്ഞത്, അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മൾ തളർന്ന് കിടക്കും. ഇനി അടുത്ത വചനത്തിൽ ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമ്മൾ അടുത്ത എസെക്കിയേലിന്റെ 2:2 പറയുന്നത് പറഞ്ഞറിയോ? വളരെ കേട്ടോ പറയാണ്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവദൂതൻ പ്രവാചകനോട് സംസാരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു, അവൻ കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് ഞാനും നിങ്ങളിൽ നിന്ന് വചനം സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് ടു അവർ ലൈഫ്, അവർ ബോഡി, അവർ മൈൻഡ്, അവർ സോൾ. ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും, നമ്മൾ എഴുന്നേൽക്കുന്നു. നമ്മൾ കിടക്കുക മനസ്സിലാകുന്നു. നമുക്ക് വീഴ്ചകളുണ്ട്, നമ്മൾ ഈ അവസ്ഥയിൽ പോയാൽ പോരാ, നമുക്ക് മാറ്റങ്ങൾ വരണം എന്നുള്ള അവിടെ ആ ഒരു വ്യക്തമായ ബോധ്യം കിട്ടും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മെല്ലെ മെല്ലെ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാ സംഭവിക്കുന്നു, മറ്റൊന്നുമല്ല. വളരെ വ്യക്തമായ വചനം എന്ന് പറഞ്ഞോ, ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നെ നിങ്ങളെ അതിനുവേണ്ടി നമ്മളെ ആത്മീയമായി നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് വചനപ്രഘോഷണം. ആത്മീയമായിട്ടുള്ള നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം കടന്നു വരുന്നത്. നമ്മുടെ തളർച്ച, ക്ഷീണം, മനംമടുപ്പ്, മനക്ലേശം, നിരാശ, ദുഃഖം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, പൈശാചിക ബന്ധനങ്ങൾ, ഇതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം കടന്നു വരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ രണ്ടാമത്തെ പറയാണ്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആര് കടന്നു വന്നതിൻ്റെ ഉള്ളില്? ആത്മാവെന്നിൽ പ്രവേശിച്ചു. ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തും. നമ്മളെ ഉറപ്പിച്ചു നിർത്തും. വളരെ വ്യക്തമായ ബോധ്യങ്ങൾ തരും.
അവിടെ ശക്തമായ ചില നിലപാടുകൾ വരും, നമ്മുടെ ജീവിതം മാറും. അതാണ് വചനത്തിൻ്റെ. അപ്പോൾ നമ്മൾ ആ രീതി നമ്മുടെ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. അത് ആത്മീയ തലം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതമാണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ഭൗമിക ജീവിതത്തിൽ പല പല മേഖലകളുണ്ട്, നമ്മുടെ പല ആവശ്യങ്ങളുണ്ട്. നമ്മൾ ശരീരമുള്ള മനുഷ്യരാണ്. പല നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളുണ്ട്. അവിടെ ഒന്നും കർത്താവ് നമ്മളെ അവഗണിക്കുകയില്ല. കർത്താവ് അതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവനല്ല. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറയാണ്. അപ്പം മനസ്സിലാക്കണം, കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കപ്പെടുന്നുവെന്ന് പ്രഭാഷകൻ 42:15 പറയുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42:15 ഒന്ന് എടുത്തു നോക്കിയോ. പ്രഭാഷകൻ ഇതിൻ്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം വചനം എന്താ പറയുന്നത് അവിടെ? കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴി. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഒരു തലം മനസ്സിലാക്കണം അവിടെ. അതിനെക്കുറിച്ച് പറയും മറ്റു വചനോട് ജസ്റ്റ് ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 55:10-11 വചനങ്ങൾ വളരെ നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട വചനം. യെശയ്യാ പ്രവചനം 55:10-11 എന്താ പറയുന്നത്? മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അവ സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അടുത്ത പറയാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ബലരഹിതമായി അവ തിരിച്ചു വരികയില്ല, എൻ്റെ ഉദ്ദേശം അവ നിറവേറ്റും. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന് അർത്ഥം വരുന്നത്? വളരെ നമ്മൾ വചനം ഒന്ന് വായിച്ച് സ്വന്തമാക്കേണ്ട ഒരു വചനമാണ്. എന്താ പറയുന്നത്? മഴയും മഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞ് കടന്നു വന്ന് മഴ കടന്നു വന്ന് ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിക്കുന്ന പോലെ ചില ജീവന്റെ പ്രവർത്തികൾ, അല്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു പ്രകൃതിയെ ആകമാനം പച്ചമയമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇതിലൂടെ വെളിപ്പെടുന്നത് പോലെ കർത്താവിൻ്റെ വചനം അത് ബലരഹിതമായി തിരിച്ചു പോവുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അധരത്തിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ അതൊരിക്കലും ബലരഹിതമായി തിരിച്ചു പോകില്ല. അതിൻ്റെ അർത്ഥം എന്താ അറിയാവോ? പേരണ എൽസി മേഴ്സി. ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഉദാഹരണം പറയണം. മേഴ്സി ചേച്ചി ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു നോക്കുക. എന്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടി ഹൃദയം പൊട്ടി നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ? ദൈവം ഈ പ്രാർത്ഥന കേട്ട് ഒരു വചനമയക്കും. ഹല്ലേലൂയ. അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ, നമ്മൾ ആരും ഒരു ദൈവമകൾ വിശ്വാസത്തോടെ ഒരു കാര്യം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അടങ്ങിയിരിക്കില്ല. ഇപ്പം എന്ത് ചെയ്യും? ദൈവം ഒരു വചനമായി, അതാ പറഞ്ഞു, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കത് വചനമയച്ചോ പിന്നെ അത് ബലരഹിതമായി തിരിച്ചു വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിലെ പറയുന്നത് പ്രഭാഷകൻ 42:15 അവിടെ എന്താ പറയുന്നത്? കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമുക്കൊരാവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയണം, മകൻ്റെ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം നോക്കുക, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അല്ലേ? നോക്കുക, അവിടെ എന്ത് ചെയ്യും? കർത്താവ് ആ ഒരു ആവശ്യത്തിൻ്റെ മേൽ അതിനെ സാധൂകരിക്കുന്ന ആ ഒരു ആവശ്യം നിറവേറ്റുന്ന ഒരു വചനമയക്കും. ഹല്ലേലൂയ. ആ വചനം അതാണ് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരർത്ഥം. അതാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നേരെ കണ്ണടക്കി. ഇനി ആ വചനം എങ്ങനെ വരുന്നറിയാവോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം. സങ്കീർത്തനം 147:15 ഒന്നൊരു തുറക്ക വായിക്കാവോ? ഒന്നൊരു തുറക്ക വായിച്ചു, ഒരു വലിയ അഭിഷേകം വിളിപ്പെടട്ടെ. സങ്കീർത്തനം 147:15 വായിച്ചേ. സങ്കീർത്തനം അത് ബൈബിളിൽ നടുക്കുള്ള പുസ്തകം. കിട്ടിയോ? വായിച്ചു. ഒച്ച വായിച്ചേ. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. കണ്ടോ എങ്ങനെ? അവിടുത്തെ വചനം മെല്ലെ വരുന്നു. 6 മാസം കഴിഞ്ഞ് വരുന്നു, 1 വർഷം കഴിഞ്ഞ് വരുന്നു. ഞാൻ പറയാൻ കാരണം അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ ഇവിടെ ചേട്ടൻ്റെ പേരെന്നാ? ഡേവിസ് ചേട്ടൻ. ഞാൻ ഡേവിസ് ചേട്ടൻ ശ്രദ്ധിച്ചേ. ഡേവിസ് ചേട്ടൻ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കൊമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ദൃഢമായി വിശ്വസിച്ച് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന വെക്കുക. കർത്താവ് എന്ത് ചെയ്യും? പറഞ്ഞേ എന്ത് ചെയ്യും കർത്താവ്? ആ ആവശ്യത്തിന് പേര് ഒരു വചനമയക്കും. ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വാസമുണ്ടോ?
ഉണ്ടോ? വിശ്വാസമുണ്ടോ? ആ ആവശ്യത്തിന് മേലെ എന്ത് ചെയ്യും? ഒരു വചനം അയക്കും. ഇനി ആ വചനം എങ്ങനെ വരും എന്ന് പറഞ്ഞേ? മെല്ലെ മെല്ലെ വരും, സ്ലോലി. പാത പാഞ്ഞു വരുന്നു. നിങ്ങൾ ഏറ്റെടുത്ത ഈ വചനം, കുഞ്ഞും നിഷ്കള കുട്ടികളെ പോലെ നമ്മൾ വിശ്വസിച്ച ഈ വചനം, എന്താ പറഞ്ഞേ? അവിടുത്തെ വചനം പാഞ്ഞു. കണ്ടോ? കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. ആർക്ക് വേണ്ടിയാണ് കർത്താവ് കൽപ്പന ചെയ്യുന്നത്? കർത്താവിന് വേണ്ടിയാണ്. പറ, കർത്താവിന് എന്തേ ആവശ്യമുണ്ടോ? പ്രിയമുള്ളവരുണ്ടോ? കർത്താവ് ഓംനിപൊട്ടന്റ് ആണ്. കർത്താവ് സർവശക്തനാണ്. കർത്താവ് സർവജ്ഞാനി. കർത്താവിന് എല്ലാം ഉണ്ട്, അല്ലെ? പൂർണ്ണതയാണ് കർത്താവ്, അല്ലേ? കർത്താവിന് എന്തിനു ആവശ്യമുണ്ടോ? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കൽപ്പന അയക്കുന്നത്? പറ. നീ ഒച്ച കൂടി പോകും, അല്ലേ? ഇങ്ങനെ ഒച്ച കൂടായിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ, ആർക്ക് വേണ്ടി ഈ കൽപ്പന അയക്കുന്നത്? ലോകത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി. പേഴ്സണൽ, വെരി പേഴ്സണൽ. കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വ്യക്തിപരമായി നിങ്ങൾ സ്വീകരിക്കണം. ആ ചേച്ചിക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലോ. ഇൻട്യൂഷൻ. ഞാൻ നിന്നെ അറിയുന്നു. ജെറമ്യ 1:5, അല്ലേ? എന്താ അത്? മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് പറഞ്ഞേ. ഇത് കേരളമല്ല. ഞാൻ 10 വർഷക്കാലം നോർത്ത് ഇന്ത്യയിലെ, എൻ്റെ മെയിൻ ശുശ്രൂഷ ഹിന്ദിയിലായിരുന്നു. ഞാൻ 10 വർഷം നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിക്കാരുടെ ശുശ്രൂഷ ചെയ്തതാണ്. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ആൾക്കാരും ഉണ്ടായിരുന്ന മനസ്സായിരുന്നു. യോഗി ഉൻഗോത്തോ അവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഗീത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വലിയ വലിയ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ 2 ഹിന്ദി വരെ പറയാം, കേട്ടോ. അവിടെ നമ്മൾ ഭയങ്കര തിയോളജിയോ ഫിലോസഫിയോ വലിയ ഒന്നുമില്ല. പ്രഭു യൂസു മുക്തി ദാതാ ഹേ, ഏ രഖ്വാലാ ഹേ, ഏ ഹംഗോ രക്ഷാകരെ ഹമേ മുക്തി ദേഗ. സിമ്പിൾ കാര്യം മതി. യേശു നിങ്ങളെ രക്ഷിക്കും. യേശു കർത്താവാണ്. അവൻ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളെ സുഖപ്പെടുത്തുന്നു. മതി. അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇത് കേരളമാണ്. നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? ഇവിടെ കൂടുതലാന്ന് ഞാൻ പറയും. ഞാൻ പറയുള്ളൂ, ഞാൻ 2020 വരെയും നോർത്ത് ഇന്ത്യയിൽ, നോർത്ത് ഈസ്റ്റിൽ, സെൻട്രൽ ഇന്ത്യയിൽ, UP MP ഈ കഴിഞ്ഞ മാസം ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അവിടെ ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്നിട്ട് കുറച്ച് ആളായുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, അവിടെ ഇതുപോലെ ഈ പള്ളിയൊക്കെ അവിടുത്തെ വലിയ പള്ളിയാണ്. അവിടുത്തെ തുറന്നു പറയാം നിങ്ങളോട്. അവിടെ ഒന്നുമില്ല. അവിടെ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ജനത്തിന് വിശ്വാസമുണ്ട്. അവർ കർത്താവിനെ കുറിച്ച് കേൾക്കാൻ അവർക്ക് വളരെ 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 ദാഹമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് പോയതാണ്. കർത്താവ് ഭൂമിയിലേക്കൊരു കൽപ്പനയയക്കും. കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. ആരാ പറഞ്ഞേ സമയമില്ലെന്നൊക്കെ? അല്ലെങ്കിൽ എത്ര സമയം വൈകുന്നു പറഞ്ഞ്? കർത്താവ് ഒന്നും കാണുന്നില്ല. കർത്താവിൻ്റെ സമയമായിട്ടില്ല. പ്രൈസലോ, അല്ലേ? നമുക്ക് തോന്നും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല, കർത്താവ് വൈകുകയാണ്, കർത്താവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ചിലപ്പോൾ ചിന്ത വന്നിട്ടില്ലേ? കർത്താവ് ഉണ്ടോ? കർത്താവ് ഒന്നും കേൾക്കുന്നില്ല. കർത്താവിന് ചെവിക്ക് കേൾവിയില്ലേ? കർത്താവ് വചനം പറഞ്ഞ കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. താമസിക്കുകയില്ല, സമയത്ത് വരും കർത്താവ്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൽ അങ്ങനെ 2 സംഭവങ്ങൾ പറയാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വിശ്വാസ മേഖലയിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൻ്റെ മേഖലയിൽ, കർത്താവിനോടുള്ള ആ ഒരു വലിയ ആ പ്രാർത്ഥനയുടെ മേഖലയിലൊക്കെ നമുക്കൊരു വലിയ ഉദാഹരണമുണ്ട്. ആരാണത്? പരിശുദ്ധ അമ്മ, അല്ലേ? വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആശ്രയത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യാശയുടെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, എല്ലാത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വിശ്വാസികൾക്കൊരു വലിയ ഉദാഹരണമുണ്ട്. ആരാത്? പരിശുദ്ധ അമ്മയേക്കാൾ വലിയൊരു ഉദാഹരണമുണ്ടോ? ഇല്ല. ഉണ്ടോ? അമ്മയേക്കാൾ വലിയൊരു ഉദാഹരണമില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, പറയുള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അത് നമ്മളെ ഒത്തിരി ആത്മീയമായിട്ട് ബലപ്പെടുത്തും. ഞാൻ ഉദ്ദേശിക്കുന്ന ഭയങ്കര മരിയോളജി അതല്ല, മറിച്ച് സംഭവം ചെറിയല്ല. നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ആ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ പങ്കുവെക്കാം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വചനം, ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മയാണ്. അത് 16ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്നൊരു വിശുദ്ധനാണ്, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്. വിശുദ്ധ ലൂയിസ് ഇന്ന് വിശുദ്ധൻ്റെ പേരുള്ള കുറേ സ്കൂളുകളുണ്ട് ഇവിടെയൊക്കെ, കേട്ടിട്ടുണ്ട് അല്ലേ? മോൺഫോർട്ട് സ്കൂളുകൾ. പക്ഷേ ഈ വിശുദ്ധൻ്റെ ഒരു വലിയ ആത്മീയതയുണ്ട്. ഹല്ലേലൂയ. ഈ വിശുദ്ധൻ ഒരു വലിയ ഭക്തനായ വിശുദ്ധനാണ് ലൂയിസ് ഡി മോൺഫോർട്ട്. ഈ വിശുദ്ധൻ ഒരുപാട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ട്രൂ ഡിവോഷൻ ടു മേരി, യഥാർത്ഥ മരിയ ഭക്തി. കേട്ടിട്ടുണ്ടോ? യഥാർത്ഥ മരിയ ഭക്തി. യെസ്.
ആ പുസ്തകത്തിൽ വിശുദ്ധം പറഞ്ഞൊരു കോട്ടിങ് വളർത്തിക്കണം. ആ വിശുദ്ധം പറയാണ്, ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ജലമെല്ലാം ഒരുമിച്ച് കൂട്ടി അതിനിട്ട പേരാണെന്ത്? സമുദ്രം. ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ജലമെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അതിനിട്ട പേരാണെന്ത്? പറഞ്ഞേ, സമുദ്രം. എന്നതുപോലെ സ്വർഗത്തിൽ ദൈവം തന്റെ കൃപയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട പേരാണെന്ത്? മേരി. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ വാക്കല്ല, ജ്ഞാനിയായ വിശുദ്ധന്റെ വാക്കാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? ദൈവം ഭൂമിയിലെ ജലത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി അതിന് സമുദ്രം എന്ന് പേരിട്ടതുപോലെ ദൈവം സ്വർഗത്തിൽ തന്റെ കൃപയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട പേരാണെന്ത്? മേരി, മറിയം. ഹല്ലേലൂയ. അതല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. സമയം അല്ലേ? ഹെയിൽ മേരി പറഞ്ഞേ. നമ്മൾ അല്ലെങ്കിൽ മറിയം പറയണം, നമ്മൾ കൃപ നിറഞ്ഞ മറിയം, നന്മ നിറഞ്ഞ ഫുള്ളാണ്. അവിടെ ഒരു ശൂന്യതയില്ല, നിറഞ്ഞാണ്. നമുക്ക് എന്തിന്റെ കുറവുണ്ട്? കൃപയുടെ കുറവുണ്ട് ഇല്ലേ? നമുക്ക് വരപ്രസാദത്തിന്റെ കുറവുണ്ട്, നമുക്ക് കൃപാവരത്തിന്റെ കുറവുണ്ട് അല്ലേ? നമുക്ക് ആ ദൈവത്തിന്റെ കൃപയുടെ കുറവുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൃപ നിറഞ്ഞവളായ പരിശുദ്ധയോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവകൃപയിൽ ആഴപ്പെടുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, ദൈവകൃപ വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തമാക്കുവാൻ, ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ, പാപത്തെ പരാജയപ്പെടുത്തുവാൻ, പിശാചിനെ പരാജയപ്പെടുത്തുവാൻ, തിന്മയെ പരാജയപ്പെടുത്തുവാൻ, ലോകത്തെ പരാജയപ്പെടുത്തുവാൻ, ജഡത്തെ പരാജയപ്പെടുത്തുവാൻ, നിരാശയെ പരാജയപ്പെടുത്തുവാൻ, ദുഃഖത്തെ പരാജയപ്പെടുത്തുവാൻ, നമ്മുടെ തളർച്ചയെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ അനുദിനം ഞാനൊരു സംഭവം പറയാണ്, ഞാൻ ഓർക്കണം, നമ്മളൊരു സംഭവം പറയണം. ഒരുപാട് വചനം മരിയോളം അങ്ങനെ മനസ്സിലായി. ഞാൻ ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് എനിക്കൊരു കുടുംബത്തെ അറിയാം. ഭാര്യ, ഭർത്താവ്, 5 മക്കള്, കുട്ടികൾ ഒത്തിരിയുള്ള കുടുംബം. പക്ഷെ ഞാൻ ഡൽഹിയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിതം ദുഷ്കരമാണ്. കാരണം വാടകകൾ, സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം, ഒരുപാട് നല്ല പൈസയും വരുമാനം വേണം. മറ്റേ നല്ല പൈസ വാടക, അവിടെ നല്ല പൈസ വാടക. പിന്നെ ഈ കുട്ടികളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ, സ്കൂൾ നമ്മുടെ സ്കൂളൊക്കെ ആണെങ്കിലും ഫീസിന് യാതൊരു കുറവില്ല. അത് പറയാണ് അല്ലേ? അത് സത്യമായ കാര്യമാണ്. ഇവരെ സ്കൂളിൽ വിടണം, വാടക, ചെലവ്, ഇത് ഭയങ്കര ഒരു ഫൈനാൻഷ്യൽ ഭയങ്കര ഒരു അവസ്ഥയാണ് പോവുകയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് വെച്ചാൽ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ജോലികൾ, ശുശ്രൂഷ, പ്രാർത്ഥനയൊക്കെയാണ്. ഈ വൈഫ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നേഴ്സുമാണ്. അപ്പം ഇവർക്ക് ഒരുപാട് പ്രയാസം. അപ്പം ഇവരെല്ലാവരും ഒരു ഇടർച്ചയാണ് അവിടെ. ഞാൻ കേട്ടിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ 2000 അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ എല്ലാവരും ഇവരെ ഇങ്ങനെ പോകുന്നു. ഈ മക്കളുടെ കാര്യം ശ്രദ്ധയില്ല, അങ്ങനെയില്ല. അത് സാധാരണ മനുഷ്യർ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് വരെ ഇവരൊരു ഇടർച്ചയാണ്. ഞാൻ തുറന്നു പറയാം, ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതന്നെ ഇവരിങ്ങനെ ഇവർ മക്കളുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധയില്ലാത്ത, ഇവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൂടെ, ഇവർ കുറച്ചുകൂടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയാൻ കാരണം, മൂത്ത കൊച്ചിന് 17 വയസ്സുണ്ട്. അപ്പോൾ ഈ കൊച്ച്, ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, പള്ളി വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ചുരിദാറൊക്കെ തുന്നി പിടിപ്പിച്ച് അതൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് കാരണം, ഈ മാതാപിതാക്കളുടെ ശ്രദ്ധ അങ്ങനെയൊക്കെ അവരെല്ലാവർക്കും ഒരു ഇടർച്ചയാണ്. അല്ലെ, ആരും അവരെ ഒരു സ്വീകരിക്കുന്നില്ല. അവരെ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട, ഒരു അവഗണിക്കപ്പെടുന്ന, ഒരു പരിഗണിക്കപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? പ്രാർത്ഥിക്കുന്നവർക്ക് ഇവരോട് താല്പര്യമില്ല, അവരോട് യാതൊരു ശ്രദ്ധയുമില്ല. അതുപോലെ സാധാരണ രീതിയിൽ ജീവിക്കുന്നവർക്കും ഇല്ല, ഒന്നുമില്ല. അപ്പം എല്ലാം കൊണ്ട് ഒറ്റപ്പെടുന്ന, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന, പരിഹാസവും പുച്ഛവും ഉള്ള ഒരവസ്ഥ. തുറന്ന് ഞാൻ പറയാം, ഇതങ്ങനെ പോവുകയാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ കുടുംബം എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വരും. ഈ 5 മക്കളെയും കൂട്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലെ കാലാവസ്ഥ അറിയാലോ. തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പ്, ചൂട് കാലത്ത് കൊടും ചൂട്. ഞാൻ പറയുമ്പോൾ രാവിലെ 6-6:15 കുർബാന. എനിക്ക് ഓർമ്മയുണ്ട്, ഈ രാവിലെ 6:15 ഈ ഇളയ കൊച്ചിന് 5-4 വയസ്സേ ഉള്ളൂ. ഈ കൊച്ചിൻ്റെ ഈത്ത വാറ്റിയ പാട് കാണാൻ ഞാൻ അടുത്ത കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അത് എന്നോട് തുറന്നു പറയാണ്, രാവിലെ ഈ കൊച്ചു പള്ളി വരുമ്പോൾ ഈത്ത വാറ്റിയ പാട് കാണാം. പക്ഷേ കൊച്ച് പള്ളി വരും. നിങ്ങളിത് ശ്രദ്ധിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പരിശുദ്ധ ഞാൻ പറയാമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ കൊച്ചിനെ 6:15 കുർബാനയ്ക്ക് കൊണ്ടിരിക്കണം. ഈ അമ്മ എപ്പോൾ എഴുന്നേൽപ്പിക്കണം? ഈ കൊച്ചിനെ കൊടും തണുപ്പത്ത്, ഭയങ്കര മഞ്ഞു അടിച്ച് ഭയങ്കര തണുപ്പത്ത് ഈ കൊച്ചിനെ എപ്പോൾ എഴുന്നേൽപ്പിക്കണം?
കാലത്തെ എഴുന്നേൽപ്പിക്കണം. ഈ കൊച്ചിന് മുഖം കഴിയുന്ന പോലും അമ്മ സ്ഥലം ശ്രദ്ധിക്കാൻ പറ്റില്ല. 5 മക്കളുണ്ട്. എല്ലാം കൂടെ ജീവിതം എല്ലാം കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള ഒരു വലിയ ഒരു പ്രയാണത്തിലാണ് ആ സ്ത്രീ. അതിനുശേഷം ഡ്യൂട്ടിക്ക് പോകണം. ഹോളിഫാമിലാണ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി. അവിടുത്തെ ഡ്യൂട്ടി ഭയങ്കര ഹെവി ഡ്യൂട്ടി, എനിക്കതിൽ അറിയാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ വന്നാലും ഇവരെന്ത് ചെയ്യും? പള്ളി വരും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവരെല്ലാ ദിവസവും പരിശുദ്ധമാക്കി വരും. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? ഇവരുടെ കയ്യിൽ ജപമാലയുണ്ട്. ഇവര് പരിശുദ്ധ കുർബാനയും മാതാവിനെയും സഭാത്മകമായ പ്രാർത്ഥനയും ഒരു മുഴുവൻ അള്ളിപ്പിടിച്ചോണ്ടെന്റെ പോക്കാൻ ഇവർ പോകുന്നേ. പ്രൈസലോ പറഞ്ഞേ, പ്രൈസലോ. ഹല്ലേലൂയ. മറ്റാരും ഇവരുടെ കൂടെ ഇല്ല. എല്ലാം തള്ളി പറയുന്നു, എല്ലാം അവഗണിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് പരിശുദ്ധ ഒപ്പം തന്നെ ഇവർ ജപമാല. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് കുടുംബമായിട്ട് വന്ന് ഇവര് ഗ്രോട്ടോടെ മുമ്പിലും പള്ളിയിലൊക്കെ ഇരുന്ന് ജപമാല ചെല്ലുക. ഞാൻ ഇവരെ കുറിച്ച് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവർ വീട്ടിലും ഇവര് കുടുംബമായിട്ട് നന്നായിട്ട് ഇവർ ജപമാല ചെല്ലി, ഒരുപാട് ജപമാല ചെല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ഇവരുടെ കുടുംബത്തിനൊരു ഭയങ്കര സ്നേഹമുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു അടുപ്പമുണ്ട്, ഒരു ഭക്തിയുണ്ട്, ഒരു വണക്കമുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അങ്ങ് കാലം കടന്നുപോയി, ദിവസം കടന്നുപോയി. 2016 ഞാൻ ഒരു വാർത്ത കേൾക്കുക. ഈ കുടുംബം ഒന്നടങ്കം ഇവര് കുടുംബമായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ വിഷയം കാലിഫോർണിയയോ ന്യൂജേഴ്സിയോ വാഷിങ്ടണോ ലണ്ടനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡ് അതല്ല, ജർമ്മനിയോ അല്ല, മറിച്ച് എൻ്റെ വിഷയം കർത്താവാണ്. പക്ഷെ ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകളെ അഴിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുത്തോ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ആർക്കും എന്തു നമ്മുടെ ജീവിതത്തിൽ എനിക്കറിയില്ല, ഭൗതികവും ആത്മീയ മേഖലയാകട്ടെ, നമ്മളെ ആത്മീയമായിട്ട് വളരാൻ പറ്റാത്ത രീതിയിൽ, കർത്താവുമായിട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭൗതിക കെട്ടാണോ, സാമ്പത്തികമാണോ, അല്ലെങ്കിൽ മക്കളുടെ നിർന്നടപ്പാണോ, ജീവിത പങ്കാളിയോ, എനിക്കറിയില്ല. അവരുടെ ഫാമിലിയുടെ കുടുംബമാണ്, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മീയ മേഖലയാകട്ടെ, വീണ്ടും പാപത്തിൽ വീഴുന്ന അവസ്ഥ, വെറുപ്പാകട്ടെ, അശുദ്ധ പാപം, കണ്ണിന്റെ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മക്കളെ ആകട്ടെ, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങളൊന്ന് അത് സമർപ്പിച്ച് നിങ്ങളൊന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൊന്ന് തയ്യാറായിക്കേ. വലിയ അത്ഭുതം. ഞാൻ ഈ കുരുക്കടിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഈ 2016 എങ്ങനെ എല്ലാവരും തള്ളിക്കളഞ്ഞ ഈ കുടുംബം, ഇത് എന്താ സംഭവിച്ചത്? ഞാൻ അവരെ വിളിച്ചു, എനിക്ക് പരിചയമുണ്ട്. ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. പുള്ളിക്കാരുടെ പേര് മറീന എന്നാണ് പുള്ളിക്കാരുടെ. ചേച്ചിയെ വിളിച്ചു. ചേച്ചി എന്നാ സംഭവം? ഇപ്പോൾ ജോജി ശ്രദ്ധിച്ചു പാടിച്ചേ. ഇല്ല ക്ഷീണം പോട്ടെ, ശ്രദ്ധിച്ചേ. യേശുവിനെ വിളിച്ചേ. ഞാൻ ഈ മൈക്കിലോട് ശ്രദ്ധിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ കൃപ വർഷിക്കണമേ. ദൈവമേ വിശ്വാസം വർദ്ധിപ്പിക്കണം, അഭിഷേകം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ആത്മാവ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ പൊട്ടിത്തകരട്ടെ. കർത്താവേ കൃപ ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, വചന അഭിഷേകം വ്യാപരിക്കട്ടെ, ആത്മാവ് ഇടപെടട്ടെ, ആത്മാവ് ഇവരോട് സംസാരിക്കട്ടെ. യേശുവേ ആരാധന. ലൂസി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ? ലൂസി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതുകൊണ്ട്? ലൂസി ഉണ്ടോ? ഉണ്ടേ പറഞ്ഞു. ലൂസി എന്നൊരു പേര് കിട്ടുന്നു. ലൂസിക്ക് വേണ്ടി അങ്ങനെ ഉണ്ടോ? പറഞ്ഞു, നിങ്ങൾ മേടിക്കാൻ പറഞ്ഞോ. ലൂസി എന്ന് പറഞ്ഞ ഉണ്ടോ? അറിയാവോ? കാലിന് വേദന ഉള്ളവരുണ്ടോ ഇവിടെ? കാലിന് വേദന ഉള്ളവരുണ്ടോ? ഉണ്ടേ പറ. കാലിന് വേദന ഉള്ളവരുണ്ടോ? ഈ പുള്ളിക്കാരിക്കുണ്ടേ. നമ്മൾ പ്രാർത്ഥിക്കാം. കുറിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ സ്തുതിക്കുന്നു. ഷാറ ബാറ കർത്താവെ ആരാധിക്കുന്നു. യേശുവേ കർത്താവെ ഇടപെടണമേ. വിദേശത്ത് മകന് ഉള്ള ആരാ ഉള്ളത് ഈ കൂട്ടത്തില്? വിദേശത്ത് ഉണ്ട്. പ്രാർത്ഥിച്ചേ. ഈശോ പറയുന്നത് കാണുന്നുണ്ട്. പ്രാർത്ഥിച്ച് യേശുവേ ഏറ്റെടുക്കണമേ. ഷാറ ബാറ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. അത്ഭുതകരമായ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. നടുവിന് ഭയങ്കര ഒരു വലിവ് പിടുത്തം ഉണ്ടെങ്കിൽ പറയാം. അവസ്ഥയുണ്ട്. പ്രാർത്ഥിച്ചേ. ഈശോയെ ആരാധന. കർത്താവെ ഏറ്റെടുക്കണമേ. അത്ഭുതകരമായ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കടബാധ്യതയിൽ നിന്ന് ഒരു കൂട്ടം ഒരു പ്രത്യേക അവസ്ഥ കടന്നു പോവാണ്. ഇനി നിങ്ങൾ കൈവെക്കണമെന്നില്ല. ആ ഒരു അവസ്ഥ കർത്താവ് പൊരുതി കൊടുക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിനെ വിളിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ഈശോയെ ആരാധന. ഒരു ആഴമേറിയ വിശ്വാസം തന്ന് കർത്താവ് ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചേ. വിളിച്ച് ഈശോയെ വിളിച്ചേ.
നിങ്ങൾ സ്വിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. ഷാറ ബാറ ബാറ. കർത്താവേ കൃപയിറങ്ങട്ടെ, കൃപയിറങ്ങട്ടെ, കൃപയിറങ്ങട്ടെ. ബന്ധനങ്ങൾ പൊട്ടിത്തകരട്ടെ, അവിശ്വാസത്തിന്റെ കെട്ടുകൾ മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ കർത്താവേ. കുടുംബമായിട്ടുള്ള സകല കർത്താവെ ഫാമിലി ട്രീയുടെ ബോണ്ടേജുകൾ ദൈവമേ പരിശുദ്ധമാണ് മധ്യത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടോ, പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ സന്ദേശങ്ങൾ ഇഷ്ടം പോലെ തരുന്നുണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് സന്ദേശം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ദൈവം കാണുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഈശോ ഒന്നും പറഞ്ഞു, യേശുവേ കർത്താവെ ഏറ്റെടുക്കണമേ കർത്താവെ. അവിടെ എല്ലാവരും കാണുന്നല്ലോ എൻ്റെ ഈശോയെ. കൃപ വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ഷാറ ബാറ ബാറ. കർത്താവെ പ്രിയപ്പെട്ട മകളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു മെസ്സേജ് കൂടെ പറയാം. ഒരു ചെറിയ മനക്ലേശത്തോടെ കടന്നു പോവുകയാണ് അവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യെസ് വിട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പോയിന്റ് എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ട, മനസ്സിലാക്കണം എന്നറിയോ? ഞാൻ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. എന്താ കാര്യം പറഞ്ഞു? ജോജി 10 വർഷം മുമ്പ് ഞങ്ങൾ US-ലേക്കുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എൻ്റെ RN കഴിഞ്ഞു വെച്ചാൽ അവിടുത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പക്ഷേ എൻ്റെ സമയമായപ്പോൾ കൃത്യം റിട്രോഗേഷൻ വന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ നിയമം മാറി, പ്രസിഡന്റ് മാറി. അപ്പം ഇനി മുതൽ നേഴ്സുമാരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓർഡർ വന്നു കൃത്യം എൻ്റെ ടേൺ ആയപ്പം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിനക്ക് അവിടെയും ഒരു ഇതില്ല, കൃപയില്ല, നിന്നെ ദൈവം കാണുന്നില്ല, നീ പ്രാർത്ഥിക്കുന്ന ആളല്ലേ. അങ്ങനെ കിടക്കുള്ള 10 വർഷമായിട്ട് ഈ സാധനം മുടയും കിടക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കോൾ വരികയാണ്. ഇത് മറീന. എനിക്ക് അത്ഭുതമായി. കാരണം ഞാനാ വിട്ട കേസാത്. ഒരു 10 വർഷമായി. നമ്മൾ ഓർത്തിരിക്കുവോ? 1 വർഷം ഓക്കെ, 2 വർഷം ഓക്കെ അല്ലേ, 3 വർഷം 4 വർഷം നമ്മൾ വിട്ടു അല്ലേ? വിട്ടില്ലേ? പക്ഷെ ആരും വിട്ടില്ല. പറഞ്ഞേ ആരും വിട്ടില്ല. ദൈവം മനസ്സിലാക്കേണ്ട കാര്യം. പ്രൈസലോ ആമേ. അപ്പൊ എനിക്ക് ആ സൗകര്യം പറയാം. ഞാനൊരു വലിയ മറം പറയാം. നമ്മളുടെ സൗകര്യം പറയാണ്, ഇത് വിളിച്ചപ്പോൾ ആരാണെന്ന് പോലും എനിക്ക് യാതൊരു ബോധ്യവും എനിക്കില്ല. ഞാൻ വിട്ട കേസാണ്. പറഞ്ഞു, നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാം എഴുതി പാസ്സാവുക, കുടുംബമായിട്ട് കയറി കാലിഫോർണിയയിലേക്ക് പോവുക. പ്രൈസലോ. ഞാൻ കാലിഫോർണിയ ജോലി അതല്ല, മറിച്ച് എന്ന് പറയുള്ളവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ കെട്ടഴിച്ച് കഴിയും. കുരുക്കഴിക്കുന്ന മാതൃകണ്ടോ? കുരുക്കഴിക്കുന്നേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കുരുക്കഴിച്ചോ ഭൗതിക ജീവിതം ഓക്കെ ആവും. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ഒന്ന് ഓക്കെ ആക്കിയോ, ബാക്കിയെല്ലാം ഓക്കെയാ, ബാക്കി തന്നെ ഓക്കെ ആയിക്കോളും, തന്നെ ഓക്കെ ആവും. നമ്മുടെ ദൈവമായിട്ടുള്ള കർത്താവിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ അണ്ണുപിട്ട ചലിക്കാതെ അല്ലേ, വള്ളിയോ ഈ വചനത്തിൽ നിന്ന്, ഈ വചനത്തെ സുവിശേഷം പറയും, വചനത്തിൽ വള്ളിയോ പുള്ളിയോ മാറുകയല്ല. മത്തായി സുവിശേഷം 5:17 ആകാശം ഭൂമിയും കടന്നു പോകോളം ഈ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറിയല്ല. അത് മനസ്സിലായി. ഞാൻ വായിച്ചേപ്പിക്കാം. അതാ പരിശുദ്ധം പറയുന്നത് അല്ലേ? അതാ പരിശുദ്ധം പറയുന്നത്. അമ്മ എന്താ പറയുന്നത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യോഹന 2:4 അല്ലേ? അത് അതിനെക്കുറിച്ച് പറയാം. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യണം. അതാ ഈ വിഷയം. ഈ ജപമാല ചെല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവൻ പറയുന്ന പോലെ ചെയ്യും. ഈ വചനവും അമ്മയും ചേർന്ന് പോകും. വചനമില്ലാതെ അമ്മയ്ക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതാ ഈ വിഷയം. അവിടെ നമ്മൾ ജപമാല 15 ചെല്ലിക്കും, പക്ഷേ വചനത്തിന് പ്രകാരമുള്ള ജീവിതം അല്ലെങ്കിൽ നമുക്ക് കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കാൻ സാധിക്കുക. അതാ പറയുന്നത്. വചനം മാറുക. അമ്മ എന്താ പറയുന്നത്? അവൻ നിങ്ങളോട് അത് മറ്റൊരു ടോപ്പിക്, അതിനെക്കുറിച്ച് പറയാം. കാനായിലെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അമ്മ ഒറ്റ കണ്ടീഷനെ പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞില്ല ചെയ്യണം അല്ലേ? അപ്പൊ ഇന്ന് ചേട്ടൻ്റെ പേരെന്ന് ഞാൻ ഈ പേര് ചോദിക്കുന്ന വെച്ചാൽ പേഴ്സണലായിട്ട് ചെറിയ ഗ്രൂപ്പാണല്ലോ, കുറേ കൂടെ ഒരു ഇൻറ്റിമേറ്റ്. ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചു പോകുന്നുള്ളതല്ല, മറിച്ച് കുറേ കൂടി നിങ്ങൾക്കൊരു ഇൻറ്റിമസി തോന്നാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ? ജോയി ചേട്ടനോട് പറഞ്ഞാൽ അറിയോ? ജോയി ചേട്ടൻ പറഞ്ഞ എന്തും ഈശോ ചെയ്യാൻ തയ്യാറാണ്, പരിശുദ്ധമായിട്ട് പ്രാർത്ഥന. പക്ഷെ എന്ത് ചെയ്യണം? വചനം അനുസരിക്കണം. വചനം വള്ളി പുള്ളി അണുവിട്ട മാറാതെ. വചനത്തിൽ ആന്ന് പറഞ്ഞാൽ അത് പിന്നെ ആന്നല്ല, അത് അങ്ങനെ ഇങ്ങനെയല്ല, അങ്ങനെ ഉള്ളൂ അല്ലേ? അങ്ങനെയും ഉണ്ടോ? ഇല്ല. വചനം പാന്ന് പറഞ്ഞാൽ അത് കാരണം വെച്ചാൽ സഭയുടെ എല്ലാ ടീച്ചിങ്സും എല്ലാ ഡോക്യുമെന്റ്സും ഈ വചനത്തെ ബേസ് ചെയ്താണ്. ഈ വചനത്തിൽ നിന്നെല്ലാം വരുന്നത്. ഇപ്പം ഞാനോ നിങ്ങളോ ഏതൊരു വിശ്വാസി, അതിനും വലിയ മുഖംനോട്ടമൊന്നും കർത്താവില്ല, ആ വ്യക്തിനോട്ടമില്ല കർത്താവിന്. ഏതൊരു വ്യക്തി ഈ വചനത്തെ എടുത്തത് വായിച്ചിട്ട് ഇന്നൊന്ന് പരിശോധിച്ച് ദൈവമേ ഇങ്ങനെയൊക്കെയാണോ വചനം പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറഞ്ഞാണല്ലോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാ സംഭവത്തിലേക്ക് പറയാം. ഞാൻ സംഭവം പറയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതാണ് പ്രിയമുള്ളവരെ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പം അങ്ങനെ പറഞ്ഞു ഒരു ചെറിയ പരീക്ഷ എഴുതി പാസ്സാവുക, കയറി വരിക.
ഇന്ന് ആ കുടുംബം കാലിഫോർണിയയിൽ, ഞാൻ വേറെ സംഭവം പറയട്ടെ, ഒരു മൂത്ത പെൺമക്കളും ഇളയ 3 ആൺമക്കളുള്ളത്, ഏറ്റവും മൂത്തവരാണ്. അപ്പം ഇതിൽ ഇന്നിപ്പം രണ്ടാമത്തെ മകൾ ത്രേസ്യ, അവൾ ഇന്നിപ്പോൾ അമേരിക്കൻ നേവിയിൽ ജോലി ചെയ്യുക. അവിടെ നേവിയിൽ. മൂത്ത മകൾ ഏലീഷ, അവൾ അമേരിക്കൻ ആർമി ജോലി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ത്രേസ്യയുടെ കാര്യം ഞാനത് പറയാൻ കാരണം, ഈ ത്രേസ്യയുടെ ഒരു അവസ്ഥ, മറ്റു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഇവളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ഷൂസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം മാത്രമേ ഉള്ളൂ, താഴെ ഇല്ല. ഡൽഹിയിലെ കൊടിയ ചൂടിൽ ഈ കൊച്ച് ഷൂസിൻ്റെ അടിഭാഗം ഇല്ല നടക്കുന്ന അവസ്ഥ എന്താ അറിയോ? നടന്നു ഈ ഷൂസ് തേഞ്ഞു പോയി. ആ കൊച്ചിനറിയാം, വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ ഇല്ല. ഈ കൊച്ചു മിണ്ടിയില്ല. ഒരു ദിവസം അമ്മ എടുത്ത് നോക്കുമ്പോൾ ഈ ഷൂസിൻ്റെ മോള് ഭാഗം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. അപ്പോൾ ചോദിച്ചു, മോളെ നീ അമ്മ അത് തേഞ്ഞു നിന്നിട്ട് കുറേ നാളായി അമ്മ, ഞാൻ പിന്നെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. കാരണം കൊച്ചിനറിയാൻ പറഞ്ഞിട്ട് വീട്ടിൽ പൈസ, കൊച്ചു വീട്ടിലെ അവസ്ഥ കാണുന്നില്ല. അങ്ങനെ നടന്ന് അവളിന്ന് ആരാണ്? അവളുടെ മേലുള്ള സ്റ്റിക്കർ അമേരിക്കയ്ക്ക് ഞാൻ ഈ കേസ് അവളെ കണ്ടു. പ്രൈസ്, ഞാൻ പറഞ്ഞു ദൈവത്തിന് അത് ചെറിയ കാര്യങ്ങളുള്ള ദൈവത്തിന് അങ്ങനെ നടന്നൊരു കുടുംബം അത്. പക്ഷെ കർത്താവിന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. അങ്ങനെ എത്രയധികം ഞാൻ പറഞ്ഞു മറ്റു പോയിട്ടാണ് 10 കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇത് മറന്നുപോയി. മനുഷ്യനല്ലേ, മറക്കിയാലേ അല്ലേ വിചാരം അല്ലേ? കുറച്ച് മറക്കും, പക്ഷെ ആര് മറക്കിയാലാ? അതാ മനസ്സിലാക്കേണ്ടത്. പറയാം, നമ്മൾ ചങ്കുപൊട്ടി ആത്മാർത്ഥതയോടെ ഹൃദയവ്യതയോടുകൂടി ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ നമ്മൾ മറക്കും മനുഷ്യ, പക്ഷെ ആര് മറക്കിയാലാ? ദൈവം. അതാണ് നമ്മുടെ ആശ്വാസം, അത് നമ്മുടെ ആശ്രയം, അത് നമ്മുടെ വിശ്വാസം. ചെറിയ പ്രശ്നമുണ്ട് ഉടനെ നമ്മൾ നിരാശ പോകരുതെന്നേ. ആരാ പറഞ്ഞെല്ലാം പോയത്? ഒന്നും പോയിട്ടില്ല. Until and unless we abandon the faith, നമ്മൾ വിശ്വാസം ഉപേക്ഷിക്കാത്തത്തോളം കാലം നമുക്കൊന്നും നഷ്ടപ്പെടുകയല്ല, അല്ലേ? ശൂന്യതയുമല്ലേ ഈശോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അല്ലേ? അപ്പം നമ്മൾ ഈ വേർഡ് ഓഫ് ഗോഡ് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമേ, അല്ലേ? അതിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ക്രിയേറ്റഡ് എന്ന് പറഞ്ഞത്. ഒന്നുമില്ലായിരുന്നു അവിടെ. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. നമ്മളുണ്ടായത് എങ്ങനെയാണ്, അല്ലേ? നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ, നമ്മുടെ സിമ്പിൾ ലോജിക്കിൽ ചിന്തിച്ചാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുകയല്ലേ, മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ? ഇല്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരുപക്ഷെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥ ഉണ്ടാകാം, തളർച്ചയുടെ അവസ്ഥ ഉണ്ടാകാം, വേദനയുടെ അവസ്ഥ ഉണ്ടാകാം, ഇല്ലായ്മയുടെ അവസ്ഥ ഉണ്ടാകാം. നമ്മൾ വിശ്വാസം പെട്ടത്. കാരണം ഒന്നുമില്ലായ്മയിൽ ദൈവത്തിനെല്ലാം സൃഷ്ടിക്കാൻ ഒരു കാര്യം മാത്രം വേണ്ടത്, അത് വിശ്വാസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്റ്റേണാകണം. ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ തളർന്നു പോകരുത്, പ്രാർത്ഥിക്കണം. കർത്താവ് നിനക്ക് എന്ത് പറയാം എന്നും നിങ്ങൾ തുറന്നു പറയുകയാണ്. അതാണ് നമ്മുടെ ഒരു ബേസിക് അവസ്ഥ. ആ പ്രാർത്ഥന നമ്മളെ വിശുദ്ധീകരിക്കും. ഈ വിശ്വാസമുള്ള പ്രാർത്ഥന ഈശോ പറയും, നീ എന്നെ ചെയ്യുമ്പോൾ സാധിക്കുക, നീ നിന്റെ സ്വഭാവം വിടുക എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശദീകരിക്കാൻ ആരംഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധയുടെ പ്രവർത്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പോയിട്ടാണ്, ഈ കുരുക്കഴിക്കുന്ന ഒരു മാതാവുണ്ട്. ഞാൻ നിങ്ങളുടെ സംഭവം പറഞ്ഞത്, ഈ 10 വർഷം അവരുടെ ജീവിതത്തിൻ്റെ കെട്ടഴിച്ച് ഈ സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും മേഖല കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വീണ്ടും ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ ലൂയിസ് സി മോൺഫോർട്ട് പറഞ്ഞ മറ്റൊരു വലിയൊരു കോട്ടിങ് മനസ്സിലാക്കണം. വിശുദ്ധം പറയുകയാണ്, സ്വർഗത്തിൽ എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനയേക്കാൾ കൂടുതൽ സ്വർഗം മാനിക്കുന്നത് മറിയത്തിന്റെ ഒരു നെടുവീർപ്പാണ്. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. കേട്ടോ, എന്താ? സ്വർഗത്തിൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ കൂടുതൽ സ്വർഗം മാനിക്കുന്നത്, പിതാവ് മാനിക്കുന്നത്, പുത്രൻ തമ്പുരാൻ മാനിക്കുന്നത്, പരിശുദ്ധാത്മാവ് മാനിക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പാണ്. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല, പ്രിയമുള്ള മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, പൂർവ്വപിതാവായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക. അതുകൂടാതെ ന്യായാധിപന്മാർ പ്രാർത്ഥിക്കുന്നു, പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്നു, മോശപ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, ഏലിയ പ്രാർത്ഥിക്കുന്നു, സാമൂൽ പ്രാർത്ഥിക്കുന്നു, ദാനിയേൽ പ്രാർത്ഥിക്കുന്നു, രാജാക്കന്മാർ പ്രാർത്ഥിക്കുന്നു, ദാവീദ് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധർ പ്രാർത്ഥിക്കുന്നു. സഭയിലെ വിശുദ്ധര്, കൊടിയ വിശുദ്ധർ, അൽഫോൻസാമയെ പോലുള്ള കൊടിയ ത്യാഗമെടുത്ത തുണമ ശിവനെ പോലുള്ള വലിയ മിസ്റ്റിക്കുകളായ വിശുദ്ധർ, റീത്തയെ പോലുള്ളവർ, കാതർനോസിയൻ, ഇങ്ങനെ വിശുദ്ധരെല്ലാം ബെനഡിക്റ്റിനെ പോലെ, ബെർണാഡിനെ പോലുള്ള, ഫ്രാൻസിസ് സേവറിനെ പോലെ, ഫ്രാൻസിസ് അസീസിയെ പോലെ ഉള്ള വിശുദ്ധരെല്ലാം അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുന്നു. പത്രോസ്, പൗലോസ്, മനസ്സിലാണ്, പൗലോസിനെയൊക്കെ പ്രാർത്ഥിക്കുകയാണ്.
ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇങ്ങനെ സ്വർഗത്തിൽ ഉയരുമ്പോൾ ഈ ചേർന്നിരിക്കുക ആ മൂലയ്ക്ക് ഇരുന്ന് പരിശുദ്ധ അമ്മ ഒരു നെടുവീർപ്പിട്ട് നോക്കുക. നിങ്ങൾ ലിറ്ററലി നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളത് ഉടനെ സ്വർഗം അവിടെ നിൽക്കും. പ്രാർത്ഥന അവിടെ നിൽക്കും. പ്രാർത്ഥന അവിടെ നിൽക്കും. പ്രീത്തം അവിടെ നിൽക്കും. പിതാവ് ചോദിക്കും, എന്താണ് മറിയത്തിന്റെ ആവശ്യം? ഹല്ലേലൂയ. ഇത് എന്റെ ഇത് സഭയുടെ പഠനമാണിത്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ഇത്രമാത്രം കൃപാവരമുള്ള വരപ്രസാദമുള്ള വിശുദ്ധ ഗണം അപ്പസ്തോലന്മാർ അവരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിസ്സാരമായ ഒരു നെടുവീർപ്പിട്ടാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്വർഗം അവിടെ നിൽക്കുക. ഉടനെ പിന്നെ സ്ത്രീത്വത്തിന്റെ ഫോക്കസ് എങ്ങോട്ടാ? ആ മറിയത്തിലെ അമ്മയിലേക്കായി. അതെ, ചോദിക്കുക, എന്താ മറിയ, എന്താ ആവശ്യം? മേരി, വാട്ട് യു വാണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് പറയട്ടെ, വിശ്വാസം പറയട്ടെ. നമ്മൾ ഈ ധ്യാന സെന്ററിൽ ഈ ധ്യാന ഹോളിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ, അമ്മേ എൻ്റെ ഇന്ന ആവശ്യം നേരെ അമ്മ ഒന്ന് നെടുവീർപ്പെടണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അമ്മ നമ്മൾ തിരസ്കരിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ പരിശുദ്ധ അമ്മയിലുള്ള ഈ ഒരു നമ്മുടെ ഒരു ആശ്രയത്തെ കുറിച്ച്, സ്വർഗത്തില് ആ അമ്മയ്ക്കുള്ള ഈ സ്വാധീനത്തെ കുറിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. നിങ്ങൾ ഒന്ന് പറയുക, അമ്മ ഒന്ന് എൻ്റെ ഈ ആവശ്യം നേരെ അമ്മ ഒന്ന് നെടുവീർ. ഒരു ഗദ്ഗതമാണത്. മക്കൾക്ക് വേണ്ടി അമ്മ ഇത് ചെയ്യാതിരിക്കുവോ? അതാണ് അതിന്റെ പ്രത്യേകത. അത് വിശ്വാസം ഉണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. ഞാൻ കുറെ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 3:15 എന്താ പറയുന്നത്? നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഒരു ശത്രുത. ദൈവം ഒരു ശത്രുത സൃഷ്ടിക്കുക. മനസ്സിലാക്കണം അല്ലേ? സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം ഒരു ശത്രുത സൃഷ്ടിക്കുക ബൈബിളില്. അത് ആരൊക്കെ തമ്മിലാണ്? സർപ്പവും സ്ത്രീയും തമ്മിൽ. അതൊരു സിംബോളിക് പ്രസന്റേഷൻ. അവിടെ സർപ്പം ആരാ? അവിടെ പറഞ്ഞേ, നമുക്കറിയാം ആരാ? പിശാച്. സ്ത്രീ ആരാ? ഈ സ്ത്രീയാണ് വെളിപാടിലെ സ്ത്രീ, അല്ലേ? ഈ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. നിങ്ങൾ ഒരു കാര്യം, നിങ്ങളത് ക്ലാസ് കഴിയുമ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് എഴുതി വെച്ചോ. 12-ാം അധ്യായം എടുത്ത് വായിക്കണം. നിങ്ങൾ ഇനി ഒരു പക്ഷേ ക്ലാസ് സമയം കിട്ടിയില്ലെങ്കിൽ വെളിപാട് 12-ാം അധ്യായം നന്നായിട്ട് എടുത്ത് വായിച്ച് നിങ്ങൾ ധ്യാനിക്കണം. അവിടെ ഒന്ന് ധ്യാനിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒരു ശത്രുത ദൈവം സൃഷ്ടിക്കുന്നു. ആര് തമ്മിൽ? പരിശുദ്ധ അമ്മയും പിശാചും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇനി മറ്റൊരു വചനം പരിചയപ്പെടുത്താമോ? എന്നെടുക്കാമോ? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് എന്നെടുത്തേ. 12-ാം അധ്യായം എടുക്കാവോ? ഈശോയെ സ്തുതിക്കുന്നു. സ്തുതിച്ച് പറച്ചേ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. 11-17 വായിക്കാം. ഒച്ച വായിക്കോ. ഒന്ന് വായിച്ചാ. ഒന്നിട്ട് പറയാം. വായിച്ചോ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. എന്ന് വെച്ചാൽ ഈ ഉൽപ്പത്തി പറയുന്ന സ്ത്രീയും സർപ്പം ഇവിടെ ഉണ്ട്. അതിനർത്ഥം ഇതൊരു സിംബോളിക് പ്രസന്റേഷൻ ആണ്. ഇനി അടുത്തത് ശ്രദ്ധിച്ചോട്ടോ. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി ആരുടെ സന്താനങ്ങളില്? അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാനത് പുറപ്പെട്ടു. എന്നെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? അവൻ ആ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തില് ആരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്? സാത്താനുമായിട്ട്. എങ്ങനെയുള്ളവരാണ്? ഒന്ന് ദൈവകൽപ്പന. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. എല്ലാം കണക്റ്റഡ്. അതല്ല എന്താണ്? ഈ ദൈവകൽപ്പനകള് പാലിക്കുന്നവർ. അത് മാത്രമല്ല, ക്രിസ്തുവിന് സാക്ഷ്യം. ആരാ? അത് നമ്മളാ. എൻ്റെ പ്രിയമുള്ളവരെ, കൗദാശികമായി സഭയിൽ അംഗമായി തീർന്ന എൻ്റെയും നിങ്ങളുടെയും കടമ എന്താണ്? നമ്മുടെ പേരുകൊണ്ടിരുന്ന നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം. ക്രിസ്തു അനുയായി നമ്മൾ അറിയപ്പെടുന്നത്. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരും. അപ്പൊ ഇതാണ് പ്രശ്നം. നമ്മൾ ശ്രദ്ധിച്ചേ, ഈ പോരാട്ടം എപ്പോഴാണ് ഉണ്ടാകുന്നറിയാവോ? നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് വീണ്ടും സാധാ രീതിയിലാണ് ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ ദിവസമാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിശാചിന്. പക്ഷെ നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് ഈ ധ്യാനത്തിൽ കേട്ട ഏതെങ്കിലും വചനം നിങ്ങളെ സ്പർശിച്ചു, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒന്നുകൂടെ ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ വചനത്തിനനുസൃതമായി ഒന്ന് ക്രമീകരിക്കാൻ നിങ്ങൾ ആരംഭിച്ചാൽ അവിടെ നിങ്ങളുടെ പോരാട്ടം ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്.
അത് ഞാൻ തുറന്നുകൾ പറയാം, ലിറ്ററൽ പറയുകയാണ്. അപ്പൊ നമ്മൾ ധ്യാനം കൂടി നമ്മൾ അതേപടി കടന്നു പോലെ മറിച്ച് എന്ത് ചെയ്യണം? ഇതിലെ വചനം നമ്മളെ സ്പർശിക്കണം. ഹല്ലേലൂയ. അല്ലെ, ദൈവവചനം കാക്കാനുള്ള ഒരു വലിയൊരു ത്വര, ഒരു വലിയൊരു തീഷ്ണത, ഒരു വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം ഞാൻ നിങ്ങളും പ്രാപിക്കണം. ഹല്ലേലൂയ. മറ്റൊരു വചനം, നല്ലൊരു വചനം പരിചയപ്പെടുത്താം. ഒന്നെടുത്തേ നിങ്ങൾ മത്തായി സുവിശേഷം എടുത്തേ. മത്തായി സുവിശേഷത്തിൽ 5 ഒച്ച വായിക്കാം. ഇവിടെ ഈ സമൂഹത്തിൽ മുഴങ്ങട്ടെ. 5:17-18 എന്ന് വചനം എടുത്ത് വായിച്ചേ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17-18 കിട്ടിയോ? നന്നായിട്ട് എടുത്ത് വായിച്ചു. അപ്പൊ അവിടെയാണ് ഈ വചനത്തിന്റെ ഒരു ഇതിനെ കുറിച്ച് നമുക്ക് നമ്മൾ പറഞ്ഞ കിട്ടിയോ? കിട്ടിയോ? വേണ്ടിയില്ല, വായിച്ചു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് നിങ്ങൾ വിചാരിക്കരുത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കൊരു ചിന്തയുണ്ട്. എന്താ ഉള്ളത്? പുതിയ നിയമ കാലഘട്ടമാണ്. പഴയ നിയമത്തിന്റെ കാലഘട്ടമല്ല. പ്രമാണത്തിനൊന്നും പ്രസക്തിയില്ല. ഈശോ പറഞ്ഞ എല്ലാം സ്നേഹം ആണോ? പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? അതിനെ ഞാൻ റദ്ദിയാനല്ല, റദ്ദാക്കാനല്ല, അസാധുവാക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ അസാധുവാക്കാനല്ല, ഞാൻ പൂർത്തിയാക്കാനാ വന്നത്. പിന്നെ കണ്ടോ? ആകാശവും ഭൂമിയും കടന്നു പോളം. ഒന്ന് ചിന്തിച്ചേ, കോമൺ ലോജിക്ക് ചിന്തിച്ചേ. ഈ ആകാശം എന്ന് പറയുന്ന സാധനം നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഇതുവരെ? അല്ലേ? ചെറുപ്പം മുതൽ നമ്മൾ ഈ മാനത്തേക്ക് നോക്കുന്നല്ല, നമുക്ക് എന്തെങ്കിലും അറിയാവോ? ഇനി സയൻസിന് എന്തെങ്കിലും അറിയാവോ? ഒന്നും അറിയത്തില്ല. ഒരു തുടക്കമാണെന്നില്ല ഞാൻ പറഞ്ഞത്. സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളുടെ തുടക്കമേ അവർ ദെയർ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് എന്നാ പറയുന്നത്. അല്ലേ? ആണോ അല്ലയോ? അല്ലേ? ഇനി ഈ ഭൂമി, കടലിന് നമുക്ക് വല്ലതും അറിയാവോ ഇതിനെക്കുറിച്ച്? വല്ലോ കടലിന്റെ ആഴത്തെക്കുറിച്ചൊക്കെ എന്താ? ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കൊന്നും അറിയില്ലാത്ത ഈ ആകാശവും ഭൂമിയും കടന്നു പോകും. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്താധാരയ്ക്കും എല്ലാം ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അടുത്ത് ആകാശഭൂമിയും കടന്നു പോകുവോളം, സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ലിറ്ററലി പറഞ്ഞ വള്ളിയോ പുള്ളിയോ ഒരു ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു കോമായ കുത്തോ കർത്താവിന്റെ പ്രമാണം രാജ്യം മാറിയാൽ മാറുവോ? മാറുവോ? സൈക്കോളജി ഡെവലപ്പായാൽ മാറുവോ? അല്ലെങ്കിൽ ജനറേഷൻ പുതുതായ മാറുവോ? മാറിയാൽ അത് അന്നും ഒന്ന് സമസ്തവും നിറവേറുവോളം ആ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ. ഇനി അടുത്ത വചനം വായിച്ചു. അടുത്ത ഭയങ്കര കേട്ടത് നോക്കോ. എങ്ങനെ പറഞ്ഞേ? ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൾ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. മതി. അടുത്ത അറിയാം. അടുത്ത വായിച്ചു. അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം മാതാപിതാക്കളാണ്. നമ്മുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. നമ്മളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അറിയോ? മകനെ, മകളെ, പ്രിയപ്പെട്ടവരെ, സഹോദര, സഹോദരി, നമ്മൾ ദൈവവചനത്തെ നമ്മൾ ശ്രദ്ധയോടെ എടുക്കണം. കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അതൊരു മട്ടിൽ എടുക്കരുത്. വചനത്തിൽ എന്താ ഓരോ നമ്മുടെ വ്യവഹാരങ്ങൾ, ഞാൻ പറയാം, ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവമകൾ എന്ന നിലയിൽ എൻ്റെ ഓരോ വ്യവഹാരങ്ങളിലും ഈ മാനദണ്ഡം എന്തായിരിക്കണം? വചനമായിരിക്കണം. അതാ ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നൊരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർക്കാണ്. ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു കസിന് ഉണ്ട്. അദ്ദേഹം ഇന്ന് കൊച്ചിയിലെ ഇൻകം ടാക്സ് കമ്മീഷണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഒരു വലിയ ഒരു മാതൃക ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി ഡൽഹിയിലായിരുന്ന കാലഘട്ടം JNUവിൽ അദ്ദേഹം റിസർച്ച് ചെയ്യുന്നു, ഒപ്പം തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു PhDയുടെ ആ ഒരു ക്ലാസ് എല്ലാം ഉണ്ട്, ഭയങ്കര തിരക്കെല്ലാം ഉണ്ട്. അത് കാരണം ഈ ഒരു കോച്ചിങ്ങിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം ഞായറാഴ്ചയാണ്. പക്ഷെ ഞായറാഴ്ച ഇദ്ദേഹം പഠിക്കുകയില്ല, ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യല. ഉടനെ കൂടെ ഉള്ളത് പറഞ്ഞു, റോയ്, നീ അദ്ദേഹത്തിൻ്റെ പേര് റോയ്, നീ ഒരു ഭ്രാന്തനാണ്, അതോ നീ പൊട്ടനാണ്? ഒന്നെങ്കിൽ നീ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ നീ പൊട്ടനാണ്, അല്ലെങ്കിൽ നീ ഒരു മത തീവ്രവാദിയാന്ന് പറഞ്ഞു. അപ്പം പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച എൻ്റെ കർത്താവിൻ്റെ ദിനമാണ്. ഡേ ഓഫ് ലോ, അവർ ലോ, മൈ ഗോഡ്.
എൻ്റെ കർത്താവിൻ്റെ ദിനമാണ്. അന്ന് എനിക്ക് ഇപ്പം ഞാൻ പഠിക്കുകയല്ല, ഞാനന്ന് പ്രാർത്ഥനയിലും ആരാധനയിലും വചനവായനയിലും ഒക്കെ ഒരു അല്പം എക്സ്ട്രീമായിട്ട് വന്നു അല്ലേ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ വചനത്തിൻ്റെ ആ ഒരു പ്രധാനത്തെക്കുറിച്ച് പറയുമ്പോൾ വള്ളി പുള്ളി മാറാതെ ഇതെങ്ങനെ പോയി. ഇദ്ദേഹം അന്ന് രാവിലെ വള്ളി പോവും, പിന്നെ ശേഷം എവിടെയെങ്കിലും നിത്യാരാധന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോകും, പ്രാർത്ഥിക്കും, വചനം വായിക്കും, മിസ്റ്റർ വായി അന്ന് അദ്ദേഹം അങ്ങനെ ചിലവഴിക്കും. അപ്പോൾ ഉടനെ കൂട്ടുകാരെല്ലാം പറഞ്ഞു നിന്റെ റിസൾട്ട് വളരെ പൂറായി, കാരണം ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സമയമുള്ളത് അല്ലേ. ഒരു കോമൺ ലോജിക്ക് നീ അത് പഠിക്കേണ്ടതാണ്, നീ ചെയ്യുന്നത് പൊട്ടത്തരാണ്, നിന്റെ പേരൻസിനെ നീ ചതിക്കുകയാണ്, നീ ഇത്ര പൈസ മുടക്കിയോടെ എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം പറയും ആൾക്കാർ, അങ്ങനെയൊക്കെ പറയും, പല കാര്യം പറയും, അല്പം പ്രാക്ടിക്കൽ ആകേണ്ടതെന്ന് പറയും. പക്ഷെ ഇദ്ദേഹം പഠിച്ചില്ല, അങ്ങനെ പോയി. എൻ്റെ പ്രിയമുള്ളൊരു എക്സാം വന്നു, പരീക്ഷ എഴുതി. ഈ പറഞ്ഞ കുട്ടികളെക്കാൾ എല്ലാം ഉയർന്ന റാങ്ക് കൊടുത്ത് കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ എന്നുവെച്ചാൽ കേരളത്തിലെ ഇൻകം റെയ്ഡിൻ്റെ ഇൻചാർജ്, അതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലിയാണ്. അദ്ദേഹം ഭാര്യ, 5 മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം ഞാൻ പറയാം, ഞാൻ എൻ്റെ തന്നെ വല്ലാതെ സ്വാധീനിച്ചത്. ഇനി ഞാൻ മറ്റൊരു സംഭവം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പരീക്ഷ തിങ്കളാഴ്ചയാണ്, തലേദിവസം ഞായറാഴ്ച. അന്ന് പ്രിപ്പയർ ചെയ്യണം, പക്ഷെ അന്ന് അദ്ദേഹം പ്രിപ്പയർ ചെയ്തില്ല. ശനിയാഴ്ച പഠിച്ചത് വെച്ച് തിങ്കളാഴ്ച രാവിലത്തെ പരീക്ഷയ്ക്ക് രാവിലെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി റിഫ്രഷ് ചെയ്ത് പോയി. അതിന് നല്ല ഉയർന്ന മാർക്ക് കിട്ടിയെന്ന് അദ്ദേഹം എന്നോട് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഫലദായകമാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2:4 അവൻ നിങ്ങളോട് പറയുന്നത് അതാണ്. വചനത്തിൽ നിന്ന് വള്ളിയെ പുള്ളിയെ മാറുമോ? അത് മാറിയത് അതെപ്പോഴും ആകാശഭൂമിയും കടന്നു പോകുമ്പോൾ സമസ്ത വചനം എന്തു പറയുന്നു അപ്രകാരമുള്ള ഒരു ജീവിത ക്രമീകരണം. ഒരു ജീവിത ക്രമീകരണം. 2 വചനോടെ ഞാൻ പെട്ടെന്ന് പറയാം ഇതുമായി ബന്ധപ്പെടുത്തി. നമുക്ക് 1 സെക്കൻഡ് നിങ്ങൾ വരാമോ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. അവിടെ എന്താ കാണുന്നേ? അവിടെ ഒരു വീട്, എൻ്റെ നിങ്ങളുടെ വീടെന്ന് വെച്ചോ അല്ലേ, ഒരു വീട് അല്ലേ, അവിടെ ഒരു ആഘോഷം അല്ലേ. ആ ആഘോഷത്തിൽ ആരുണ്ടായിരുന്ന പറയുന്നേ? പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആരുടെ സാന്നിധ്യം ഉണ്ടാകണം? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഈശോയും ശിഷ്യന്മാരും വരും. പ്രൈസ് ദി ലോർഡ്. ആ വീടിനെ കുറിച്ച് നിങ്ങളിത് വായിച്ചു, ഞാൻ വായിക്കുന്നില്ല അല്ലേ, സോറി, ജസ്റ്റ് വായിക്കുമോ? ഒന്ന് വായിച്ചു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം ബാക്കി 1 മുതൽ ഒന്ന് വായിച്ചു. ജസ്റ്റ് കേൾക്കാമല്ലോ, എടുത്ത് വായസ് പെട്ടെന്നല്ലേ. അല്ലല്ല, 1-ാം വാക്യം വരെ, 2-ാം അധ്യായം 2-ന്റെ 1 മുതൽ. കണ്ടോ? അവിടെ ആരും വിളിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ എന്താ സംഭവിച്ചത്? അടുത്തത് മതി. കണ്ടോ? അതാണ് പരിശുദ്ധ അമ്മ ഉണ്ടെങ്കിൽ അവിടെ ആര് വരും? യേശുവും വരും, സഭയും വരും. ഇത് കണക്റ്റഡ് ആണ്. അത് വളരെ സിമ്പിളാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ. ഇനി നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ, നമുക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകും. ഹല്ലേലൂയ. അവർക്ക് വീഞ്ഞു പിന്നീടുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ അവർക്ക് വീഞ്ഞു അവിടെ തീർന്നു പോയി. ഇനി ഈ വീഞ്ഞ് തീർന്നു പോയ കാര്യം പരിശുദ്ധ അമ്മയുടെ പോയിട്ട് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ വചനം പറയുന്നില്ല. പറഞ്ഞോ? ഈ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഉടനെ അവിടുത്തെ ഗൃഹനാഥൻ ഓടിപ്പോയി പറഞ്ഞോ, അയ്യോ മറിയം, ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു, ഞങ്ങൾ ആകപ്പാടെ ഒരുമാതിരി അപമാനിക്കപ്പെടുന്ന അവസ്ഥയിലാണ്, ദുഃഖത്തിന്റെ അവസ്ഥയിലാണ്, വേദന. പറഞ്ഞോ? അങ്ങനെ പറയുന്നില്ല വചനം. കണ്ടോ? പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുറവുകൾ അമ്മ പറയാതെ തന്നെ തിരിച്ചാവും. പ്രൈസ് ദി ലോർഡ്. അതൊരു ആത്മീയ മർമ്മം. അത് വിശുദ്ധർ പഠിപ്പിക്കുക അതിനെക്കുറിച്ച്. അവിടെ അല്ലേ, അവിടെ അയ്യോ ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി, ഞങ്ങൾ ആകപ്പെടുന്ന യഹൂദര കല്യാണത്തിന്റെ അല്ലെങ്കിൽ അവിടെ ആഘോഷപ്രകാരം വീഞ്ഞ് തീർന്നു പോയാൽ ഭയങ്കര നാണക്കേടിൻ്റെ അവസ്ഥ. നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ മീൻ കറി തീർന്നു പോകുന്നത് ഇവിടെ. പ്രൈസ് ദി ലോർഡ് അല്ലേ. അവിടെ വീഞ്ഞ് തീർന്നു, അത് അവരുടെ ആഘോഷം, കഷ്ടം അങ്ങനെയാണ്. അപ്പൊ ഈ വീഞ്ഞ് തീർന്നു പോയി അവിടെ ഭയങ്കര അപമാനത്തിന്റെ ഒരു അവസ്ഥയത്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഉടനെ പരിശുദ്ധ അമ്മ ഈശോയോട് പറയും,
ഒറ്റ സിമ്പിൾ ലോജിക്ക്. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഒരു കുറവുണ്ടാകും, ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ, ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരോട് പറയും? പരിശുദ്ധ അമ്മ ഈശോയോട് പറയും. നിങ്ങൾ പരീക്ഷ നോക്കിക്കോ. സൈമൺ ചേട്ടന് പ്രാർത്ഥനയെ പഴയ പോലെ പറ്റുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ശരീരത്തിൽ ക്ഷീണമുണ്ട് കേട്ടോ. എന്ത് കാര്യം ഭൗതിക ആത്മീയം ആയിക്കോട്ടെ, ആര് പറയും? പരിശുദ്ധ അമ്മ ഓടിച്ചെന്ന്, നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ഇവരുള്ള റിലേഷൻ മനസ്സിലാക്കണം. ഓടിച്ചെന്ന് ഈശോയോട് പറയും ഹല്ലേലൂയ, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയും. ഇനി ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അഭ്യർത്ഥന, ഈ ഒരു പ്രാർത്ഥന, അപേക്ഷ സ്വർഗം തള്ളിക്കളയോ? ഇല്ല. സമയമാകാഞ്ഞിട്ട് പോലും അവിടെ ഈശോ പ്രവർത്തിച്ചു എന്നാണ്. ഈ സ്ത്രീ എൻ്റെ സമയമായിട്ടില്ല. ഇതിനെക്കുറിച്ച് ദൈവശാസ്ത്രന്മാർ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് ദൈവജനത്തെ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യോഹന്നാൻ എഴുതി വെച്ച വചനമാണത്. എന്താണത്? സ്ത്രീയെ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അമ്മയുടെ വാക്ക് അവഗണിക്കാൻ പറ്റാത്തത് കാരണം ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഈശോയുടെ റിപ്ലൈക്ക് വേണ്ടി നിന്നോ? ഒന്ന് അടുത്ത വചനം വായിച്ചേ. ഈശോയോട് പറഞ്ഞു. ഒച്ച വായിച്ചോ. വീഞ്ഞില്ല. ഇനി എന്തൊരു ഉത്തരവ് കിട്ടിയേക്കുന്നത്? ഒറ്റ മിനിറ്റ്. എന്ത് ഉത്തരം കിട്ടിയേക്കുന്നത്? ഒരു അല്പം നെഗറ്റീവിൻ്റെ ഉത്തരം ആണോ അല്ലയോ? അല്ലേ? നമ്മളൊരു കോമൺ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ അല്ലേ, ഒരു അല്പം നെഗറ്റീവ് ഉത്തരം അല്ലേ? ഉടനെ പരിശ്രമം എന്നാ പറഞ്ഞേ? പിന്നെ അടുത്ത കേട്ടെ. കണ്ടോ? കണ്ടോ? അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ലെവല് പരിശ്രമം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? ഈശോയുടെ ഉത്തരം അത്ര പോസിറ്റീവ് ഒന്നല്ല. ഒരു പക്ഷെ പ്രാർത്ഥിച്ചു, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 1 മാസമായി, ഉത്തരവില്ല. പരിശുദ്ധ അമ്മയുടെ മനോഭാവം വേണം. അമ്മേനെ പറഞ്ഞേ, നിങ്ങൾ ആണ് നോക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് വചനപ്രകാരം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വചനപ്രകാരം, കർത്താവിന്റെ പ്രമാണപ്രകാരം, കർത്താവിന്റെ കൽപ്പനപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് ക്രമീകരിച്ചോ, കുമ്പസാരിച്ചോ, പ്രാർത്ഥിച്ചോ, ജപമാല ചൊല്ലിക്കോ, വചനം വായിച്ചോ, ബാക്കി എല്ലാം ക്രമീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. കാലത്തിന്റെ പൂർണ്ണതയിലെല്ലാം ക്രമീകരിക്കപ്പെടും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സംഭവം ഒരു പെട്ടെന്നൊരു എൻ്റെ മനസ്സിൽ സംഭവം. എനിക്കൊരു സഹോദരൻ അറിയും, പരിശുദ്ധമ്മയുടെ ജപമാല പ്രാർത്ഥന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈ ജപമാല നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മറ്റേത്, ഈ ജപമാല നമുക്ക് സഭയ്ക്ക് നൽകിയത് മിസ്റ്റർ ഡോമിനിക്കാണ്. ആ സംഭവം അറിയാമല്ലോ. മിസ്റ്റർ ഡോമിനിക്ക് തൻ്റെ ആത്മീയ ശുശ്രൂഷ അതൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകാതെ, ഒരു ഫലപ്രാപ്തിയുമില്ലാതെ നിരാശനായി, ആരും മാനസാന്തരപ്പെടുന്നില്ല, അൽബിജൻസിയൻ ഭാഷണതയെ നല്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ചെറുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിരാശനായിട്ടൊരു ഗുഹയിലേക്ക് പിൻവാങ്ങി. ഫ്രാൻസില് ഒരു ഗ്രാമത്തിലുള്ള ഒരു ഗുഹയിലേക്ക് പിൻവാങ്ങി. അങ്ങനെ 3 ദിവസം ജലപാനമില്ലാതെ ഈ വിശുദ്ധന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചു കൂട്ടുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അമ്മ ഡൊമിനിക്കിനോട് ഇങ്ങനെ ചോദിച്ചെന്ന് ചരിത്രം പറയുകയാണ്, മോനെ, ഈ വിശ്വാസമില്ലാത്തവരെ, സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയ ഈ ജനത്തെ കർത്താവിലേക്ക്, യേശുവിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പ്രീതം ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥന എന്തെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ ആൽബിജൻസിയൻ ഭാഷണത കാരണം അതൊരു സഭാവിരുദ്ധമായ ഒരു പഠനമാണ്. അത് കാരണം അന്ന് മധ്യ യൂറോപ്പില്, ഫ്രാൻസില് പ്രധാനമായിട്ടും ഉള്ള വിശ്വാസികൾ മുഴുവൻ സത്യസഭയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവരെ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ രൂപതാ ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം മിസ്റ്റർ ഡൊമിനിക്ക് പ്രവർത്തിക്കുന്ന സമയമാണ്. എന്നാൽ ഒന്നും ഫലപ്രദമാകുന്നില്ല, ഒന്നും കാര്യമായ ഒരു ഫലം കൊള്ളുന്നില്ല. അങ്ങനെ നിരാശനായി ഗുഹയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധനോട് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, മോനെ, ഈ വിശ്വാസത്തിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി ഇവരെ ഈശോയിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ത്രിത്വൈക ദൈവം ആഗ്രഹിക്കുന്ന ഫലപ്രദമായ പ്രാർത്ഥന എന്തെന്ന് നിനക്കറിയാമോ? വിശുദ്ധൻ പറഞ്ഞു, അമ്മേ, ത്രിത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അങ്ങേക്കില്ലാതെ മറ്റാർക്കാണ് അത് അറിയാവുന്നത്? തിരിച്ചു വിളിച്ചു. ഹല്ലേലൂയ. ആ മറുപടിയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മുഴങ്ങുക.
വിശുദ്ധന്റെ ആ ബോധ്യം കൊണ്ട് എന്താ ത്രിത്വൈക ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അങ്ങേക്കല്ലാതെ മറ്റാർക്കാണത് അറിയാവുന്നത്? ഉടനെ പരിശുദ്ധം പറഞ്ഞ് മറുപടി കേൾക്കണം. ഈ സത്യവിശ്വാസത്തിൽ നകന്നു പോയ ഇവരെ സത്യവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ചെല്ലേണ്ട പ്രാർത്ഥന അത് മാലാഖയുടെ സ്തുതിവാചകമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്താണത്? മാലാഖയുടെ സ്തുതിവാചകം. എന്താ അത്? കൃപ നിറഞ്ഞ മറിയമേ സ്തുതി എന്നുവെച്ചാല് ജപമാല പ്രാർത്ഥന. അങ്ങനെയാണ് ജപമാല ലഭിക്കുന്നത്. ഈ ജപമാല അതിനുശേഷം ജപമാല ചൊല്ലി അല്ലെങ്കിൽ പരിശുദ്ധം പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന വിശുദ്ധ ഡൊമിനിക്ക് പ്രാർത്ഥിച്ച ശേഷം വലിയ ഫലപ്രാപ്തി, വലിയ റിസൾട്ട് വരികയാണ്. ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെടുന്നു, കർത്താവിലേക്ക് അവര് മടങ്ങി വരുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നമ്മൾ സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന. പണ്ട് ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ 7:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്തുണ്ട്, എൻ്റെ അനുഭവം പറയുക ഞാൻ ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ ഇളയ മകനായത് കാരണം അമ്മയോട് പറഞ്ഞു നിൽക്കാനുള്ള ഒരു മനഃശക്തി ഇല്ലാത്തത് കാരണം നമ്മൾ ജപമാലയുടെ സമയത്ത് പുറത്ത് പോയില്ല. ചേട്ടന്മാർ അവർ ചാടി ടോണി പോകും, നമ്മൾ പോയില്ല. കാരണം വെച്ചാൽ ഇളയതായത് കാരണം. അങ്ങനെ ഇരുന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് നമ്മെ ഒരു രഹസ്യമില്ല, അല്ല നമ്മൾ 5 രഹസ്യമില്ല. എൻ്റെ പറയും നമ്മുടെ ആത്മീയതയുടെ ബേസ് ഇന്ന് ജപമാല. അത് കാരണം ഇന്നും ഈ ജപമാല കയ്യിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സിമ്പിളായ സാധാ പ്രാർത്ഥനയാണ്, പക്ഷെ വലിയ ശക്തിയുണ്ട്. ഞാൻ ഉറപ്പ് പറയാണ് പ്രിയമുള്ളവരെ, മുട്ടുമേ നിന്ന് അല്ലെങ്കിൽ മുട്ടുമേ ഇപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഭക്തി വിശ്വാസത്തോടുകൂടി ജപമാല ചെല്ലുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ പിശാചിനെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ജപമാല നരകത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഒറ്റ വാക്ക് പറയും നിർത്താം. ഇപ്പോഴത്തെ പോപ്പിന്റെ പേരെന്താ? ലിയോ 14. ഇതിനു മുമ്പുള്ള പോപ്പിന്റെ പേരാണ് ലിയോ 13, അല്ലേ? ഏകദേശം 100-ൽ പരം വർഷങ്ങളായി ആ പോപ്പ് വന്നിട്ട്. ആ പോപ്പിന്റെ ഒരു കോട്ടിങ് ഞാൻ ഈ കഴിഞ്ഞ കേട്ടു. അതായത് ഈ ലിയോ 13 പോപ്പ് അറിയപ്പെടുന്നത് ജപമാലയുടെ പാപ്പ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടിങ്ങാണ്. ഈ വത്തിക്കാൻ കൊട്ടാരം മൊത്തം പരിശോധിച്ചാലും, ഈ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ കൊട്ടാരം നമ്മൾ മൊത്തം തപ്പിപ്പെറുക്കി പരിശോധിച്ചാലും ജപമാലയേക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്തു പോലും ഇവിടെ നിന്ന് കിട്ടുകയില്ല. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ലിയോ 13 പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനവധി ലേഖനങ്ങൾ എഴുതിയ, സഭയെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നയിച്ച, പരിശുദ്ധാത്മാവിനോട് വലിയ അടുപ്പമുണ്ടായിരുന്ന ജ്ഞാനിയായ മഹാനായ ഈ പോപ്പിന്റെ വാക്കാണ്. വളരെ പ്രഗത്ഭനായ പോപ്പിന്റെ വാക്കാണ്. വത്തിക്കാൻ കൊട്ടാരം മൊത്തം പരിശോധിച്ചാലും തപ്പിപ്പെറുക്കിയാലും നിങ്ങൾക്ക് ജപമാലയേക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്തു കിട്ടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധനോട് ചേരാം, ജപമാല മുറുകെ പിടിക്കാം. ആത്മീയ ഭൗതിക ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് ജീവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2:4 അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുന്ന പരിശുദ്ധമ്മയുടെ ആ വാക്യം നമുക്ക് സ്വന്തമായി സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയെ ആദരിച്ച് എല്ലാ വിശുദ്ധരോട് ചേർന്ന്, പ്രത്യേകമായിട്ട് വിശുദ്ധ പാദ്രോപ്പിയോ, വിശുദ്ധ ഡൊമിനിക്ക്, വാഴ്ത്തപ്പെട്ട അലൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്, വിശുദ്ധ ബൊനവെൻച്ചർ, വിശുദ്ധ ബർണാഡ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിശുദ്ധരുണ്ട്. ഇവരോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ.